നമസ്കാരം. പയൻ ഡിബേറ്റിലേക്ക് സ്വാഗതം. കഷായത്തിൽ വിഷം കലർത്തി ആൺ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ ഗ്രീഷ്മ ഇനിയും ഇങ്ങനെ ചെയ്യില്ലെന്ന് ഉറപ്പിക്കാനാവില്ലെന്ന് കോടതി. പ്രതി ഒരു തരത്തിലുള്ള ദയയും അർഹിക്കുന്നില്ല. അപൂർവങ്ങളിൽ അപൂർവമായതിനാൽ വധശിക്ഷ. സ്നേഹിക്കുന്നയാളെ ചതിച്ചു. മരണക്കിടക്കയിൽ പോലും ഇരയായ ഷാരോൺ തന്റെ സുഹൃത്തിനെ അവിശ്വസിച്ചില്ല. സാഹചര്യ തെളിവുകളിലൂടെ തൂക്കുകയർ വിധിക്കുമ്പോൾ പോലീസിനും പ്രോസിക്യൂഷനും തിളക്കമാർന്ന ജയം. സംസ്ഥാനത്ത് വധശിക്ഷയ്ക്ക് വിധിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതിയായി ഗ്രീഷ്മ മാറുമ്പോൾ കോടതിയുടെ നിലപാട് എനിക്ക് പ്രതിയെ മാത്രം കണ്ടാൽ പോരാ എന്നാണ്. കൊൽക്കത്തയിലെ ആർജികർ ആശുപത്രിയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പ്രതിക്കുള്ള ശിക്ഷ ജീവപര്യന്തത്തിൽ ഒതുങ്ങുമ്പോൾ സമൂഹത്തിന് മികച്ച മാതൃകയാവുകയാണോ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഈ വിധി? പയൻ ഡിബേറ്റ് ചർച്ച ചെയ്യും. പയൻ ഡിബേറ്റിൽ ജസ്റ്റിസ് ബി കെമാൽ പാഷ, ശ്രീ എം ആർ അഭിലാഷ്, ശ്രീ ജോർജ് ജോസഫ്, ഡോക്ടർ നിഷ നുജുമുദ്ദീൻ, ഷാരോൺ രാജിന്റെ ബന്ധു, ഒപ്പം അഡ്വക്കേറ്റ് മഞ്ജുവിളാകം ജയൻ എന്നിവർ ചേരുകയാണ്. ആദ്യം ജസ്റ്റിസ് ബി കെമാൽ പാഷ, ഈ വിധി താങ്കൾ പറയുന്നത്, നേരത്തെ താങ്കളുടെ ഒരു ബൈറ്റ് കേട്ടതാണ്, അതിൽ താങ്കൾ പറയുന്നത് ഇതിന് വധശിക്ഷയ്ക്ക് വിധിക്കാൻ തക്ക കേസില്ല എന്നാണ്. എന്താണ് അതിന് കാരണം സാർ? അതായത് നമ്മുടെ വധശിക്ഷയ്ക്ക് വിധിക്കേണ്ട കേസുകളെന്ന് പറഞ്ഞാൽ ഏതൊക്കെ ആയിരിക്കണമെന്നും എങ്ങനെ ആയിരിക്കണമെന്നും നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു വളരെ വിഖ്യാതമായ ഒരു വിധിയുണ്ട്. ബച്ചൻ സിംഗ് കേസിൽ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയാണ്. അപ്പോൾ ഇത് ഈ ഭരണഘടനാ ബെഞ്ചിൻ്റെ ആ വിധി എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായൊരു വിധിയാണ്. അത് ഒരുമാതിരിപ്പെട്ട എല്ലാ ജഡ്ജിമാർക്കും അറിയുകയും ചെയ്യാം. അതിനെ തുടർന്ന് പിന്നെയും വിധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ റെയറസ്റ്റ് എമംഗ് റെയർ, അതായത് അപൂർവങ്ങളിൽ അത്യപൂർവം ആയിരിക്കണം എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ കാഴ്ചപ്പാട്. ഇനി അപൂർവങ്ങളിൽ അത്യപൂർവം എങ്ങനെ ആകും എന്നുള്ളത് ആ കോടതി അതിൽ പറഞ്ഞേക്കുന്നത്, അതായത് ഈ ദ ലെസർ ആൾട്ടർനേറ്റീവ് ഈസ് അൺക്വസ്റ്റനബിളി ഫോർക്ലോസ്ഡ് എന്നാണ്. അതായത് ലെസർ ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ജീവപര്യന്തം തടവാണ്. അത് ജീവപര്യന്തം തടവെന്ന് പറയുന്നത് സംശയ ലവലേശമന്യേ, സംശയമില്ലാതെ തന്നെ തികച്ചും അത് അതായത് ഫോർക്ലോസ്ഡ്, അതായത് ഒന്നും അല്ലാതെ അത് തികച്ചും അപര്യാപ്തമായിരിക്കണം എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള കേസുകളാണ് റെയറസ്റ്റ് എമംഗ് റെയറായിട്ട് വരുന്നതും ഡെത്ത് പെനാൽറ്റി കൊടുക്കാവുന്നതും. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞ ആ പ്രതിഭാഗം വെർഷൻ എന്നൊക്കെ പറയുന്നത് അതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതായത് നമ്മുടെ ഈ പബ്ലിക് ഔട്ട്ക്രൈ, സമൂഹത്തിന് എന്താ ആവശ്യമുണ്ടെന്നുള്ളതൊന്നുമല്ല ഒരു കൊലക്കേസിനകത്ത് ഒരാളെ ശിക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. സമൂഹത്തിന് അത് ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതും അല്ല അതിൻ്റെ ഉദ്ദേശം. ആ ഓരോ പർട്ടിക്കുലർ കേസിൻ്റെ ഫാക്ട്സും സർക്കംസ്റ്റാൻസും എടുക്കണം. CRPCയിലെ ആ അമെൻമെൻ്റ് അനുസരിച്ച് യഥാർത്ഥത്തിൽ അതിൽ സ്പെഷ്യൽ ഫാക്ട്സ് വേണം എന്നുള്ളതാണ്. ഡെത്ത് പെനാൽറ്റി കൊടുക്കണമെങ്കിൽ സ്പെഷ്യൽ ഫാക്ട്സ്. അപ്പോൾ ഇതിനകത്ത് എന്താ സ്പെഷ്യൽ ഫാക്ട്സ്? നമുക്ക് പറയാം ഇതൊരു പ്രീ മെഡിറ്റേറ്റഡ്, അതായത് നേരത്തെ ഉറപ്പിച്ച ഒരു കൊലപാതകമാണെന്ന് പറഞ്ഞു. ഇതിനകത്ത് ഈ 364 വകുപ്പ് അനുസരിച്ച് ശിക്ഷിച്ചു കാണുന്നു. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് കൊല്ലാനായിട്ട് അബ്ഡക്റ്റ് ചെയ്തുകൊണ്ട് പോകും. ആരെ അബ്ഡക്റ്റ് ചെയ്തെന്നുള്ളതും എനിക്കറിയാൻ വയ്യ. ഇതിനകത്ത് തട്ടിക്കൊണ്ടുപോകലെന്നുണ്ടെന്ന് ഞാൻ കാണുന്നില്ല, എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഇതിനകത്ത് ഈ 302-ന് ഇത് ജീവപര്യന്തം കൊടുക്കാതെ ഡെത്ത് പെനാൽറ്റി കോടതി കൊടുക്കാൻ തയ്യാറായി. അപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ അത് പ്രേമമായിരുന്നു, പ്രേമം വഞ്ചിച്ചുള്ള കൊലപാതകം എന്നൊക്കെയാണ്. ഇത് യഥാർത്ഥത്തിൽ അതിൻ്റെ വെർഷനോടൊന്നും നമ്മളൊന്ന് കേൾക്കണ്ടേ. അത് ആ കോടതി തന്നെ ഹാജരാക്കിയേക്കുന്ന, പ്രോസിക്യൂഷൻ ഹാജരാക്കിയേക്കുന്ന ഒരു മജിസ്ട്രേറ്റിൻ്റെ നടപടിക്രമമുണ്ട്. അതായത് ഈ പെൺകുട്ടി കസ്റ്റഡിയിലിരിക്കുമ്പോൾ ലൈസോളോ എന്നങ്ങോട്ട് പറയുന്ന ഒരു സാധനം ഈ തറ വൃത്തിയാക്കാനുള്ളതാണ്. അതെടുത്ത് കുടിച്ചു. ആത്മഹത്യ ചെയ്യാനായിട്ടാണ് അതെടുത്ത് കുടിച്ച് വെപ്രാളമായി കഴിഞ്ഞപ്പോൾ അതിനെ ആശുപത്രി കൊണ്ടുപോയി. അപ്പോൾ ഇത് മരിച്ചു പോകുന്നുള്ള ഒരു ധാരണയിൽ ഇതിൻ്റെ മൊഴി എടുക്കാനായിട്ട് മജിസ്ട്രേറ്റിനെ കൊണ്ടുവന്നു. അപ്പോൾ ആ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് മജിസ്ട്രേറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ റെക്കോർഡ് ചെയ്തത് പ്രോസിക്യൂഷൻ ഒരു ഡോക്യുമെൻ്റായിട്ട് കോടതി തയ്യാറാക്കി ഈ കേസിനകത്ത്. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത്
അത് കുറേ കാര്യങ്ങൾ പറഞ്ഞു. കാരണം ഇത് ഇങ്ങനെ ഇയാളുമായിട്ട് ഒരു ബന്ധമുണ്ടായി, പക്ഷേ ഇയാളെ കൊണ്ട് ശല്യമായി, വളരെ അതിൻ്റെ ഫോട്ടോ എടുത്ത് കീപ്പ് ചെയ്തു, അതുപോലെ തന്നെ വീഡിയോ ഒക്കെ എടുത്തു, ആ ബിറ്റുകളൊക്കെ വെച്ചുകൊണ്ട് ഇതിനെ ഭീഷണിയായി. അവസാനം ഇതിനെ ആദ്യം ഒരു തവണ അങ്ങ് പോയി, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്, പിന്നെ നിവൃത്തിയില്ല, അതിന് വേറെ മാർഗമില്ല. ആ രീതിയിൽ അതിൻ്റെ കല്യാണങ്ങൾ വന്നാലൊക്കെ അയാൾ മുടക്കും. ഈ കുട്ടിക്ക് ഇയാളെ വേണ്ടെങ്കിൽ ഇയാളങ്ങ് പോയാൽ പോരെ, ഇതിനെ തന്നെ കെട്ടി വെക്കുമെന്ന് പറഞ്ഞതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ? വേറെ പെണ്ണുങ്ങളെ കിട്ടത്തില്ല അയാൾക്ക്. അപ്പോൾ അതൊന്നുമില്ലാതെ ഇതിനെ അങ്ങ് കോർണർ ചെയ്തു. അവസാനം നിവർത്തിയില്ല, ഇതിനെ ശാരീരികമായി ഉപദ്രവിക്കുന്ന സ്റ്റേജ് പോരായി. എനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടണ്ട എന്നുള്ള വർത്തമാനമായി. അങ്ങനെ ഉണ്ടായപ്പോൾ ആണ് ഈ സംഭവം ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോടതി പറഞ്ഞു. അപ്പോൾ ഒരു കൺഫെഷനിലേക്ക് വന്നപ്പോൾ കോടതി പറഞ്ഞു, നിങ്ങൾ ഇനി അധികം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് പറഞ്ഞാൽ മതി, നിങ്ങളിത് പറയുന്നത് കുറ്റസമ്മത മൊഴിയായിട്ട് മാറും, അത് നിങ്ങൾക്കെതിരെ തെളിവായിട്ട് ഉപയോഗിക്കപ്പെടും എന്നുള്ള വാണിംഗ് അത് മജിസ്ട്രേറ്റ് കൊടുക്കണം, ഇങ്ങനെ കൺഫെഷൻ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ കുട്ടി അതങ്ങ് നിർത്തി, വേറെ പിന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് കുടിക്കാനായിട്ട് കലക്കി വെച്ചിരുന്നതാണെന്നും ഇതെന്തുവാ കഷായം ചോദിച്ചാൽ ഇത് മരിക്കാൻ തന്നെ ആണെന്നാണ് അത് പറയുന്നത്. എനിക്കറിയില്ല അതിൻ്റെ പ്രശ്നം എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതെന്തുവാന്ന് ചോദിച്ചു, ഇത് കഷായം ഞാൻ കുടിക്കാൻ വെച്ചാന്ന് പറഞ്ഞു. എന്നാൽ എനിക്ക് കുറച്ച് തരാൻ പറഞ്ഞു. ഇത് അന്തസ്സായിട്ട് ഒഴിച്ച് കൈ കൊടുത്തു. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് മജിസ്ട്രേറ്റ് പറഞ്ഞത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകും, അത് കൺഫെഷൻ അതുകൊണ്ട് യൂസ് ചെയ്യരുത്, ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇതിന് വാണിംഗ് കൊടുത്തപ്പോൾ അതൊന്നും പറഞ്ഞിട്ടില്ല. വാണിംഗ് കൊടുക്കുന്നതിന് മുമ്പാണ് ഇത് ഈ മൊഴി കൊടുത്തത്. അപ്പോൾ അത് ആ മജിസ്ട്രേറ്റിൻ്റെ ആ റെക്കോർഡ് ചെയ്തതിലുണ്ട്. അതിനെ നമ്മൾ അവിശ്വസിക്കേണ്ട സാഹചര്യം ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ആ രീതിയിൽ. താങ്കൾ പറഞ്ഞ കാര്യം ഈ ശാരീരികമായിട്ട് മർദ്ദനം ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ ജഡ്ജി പക്ഷേ അത് തള്ളിക്കളയുകയാണ് ഉണ്ടായത്. അതെല്ലാം കള്ളത്തരം പറഞ്ഞത് എന്ന രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനു മുൻപും വധശ്രമം ഉണ്ടായിട്ടുണ്ട് എന്ന്, അതായത് ഇതിനു മുൻപ് ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്നത് ഈ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കരുത് എന്നതിന്റെ നിർവചനത്തിൽ പെടുന്നതാണല്ലോ. പക്ഷേ ഇതിനു മുൻപും വധശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് കോടതി കണ്ടെത്തുകയാണ്. ജഡ്ജ്മെന്റിൽ തന്നെ അങ്ങനെ പറയുന്നുമുണ്ട്. അതായത് ഇതിനു മുൻപ് ജ്യൂസിൽ കലക്കി കൊടുത്തിരുന്നു ഇതേ രീതിയിൽ തന്നെ കൊല നടത്തുന്നതിന് വേണ്ടി. അപ്പോൾ ഒരു ആലോചിച്ചുറച്ച് തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് കോടതി എത്തുകയാണ്. അതുപോലെ തന്നെ പ്രായത്തിന്റെ ആനുകൂല്യത്തിന്റെ കാര്യം ചോദിച്ചപ്പോൾ എനിക്ക് ഈ പ്രതിയെ മാത്രം കണ്ടാൽ പോരാ എന്നുള്ള നിരീക്ഷണമാണ് അവിടെ കോടതി നടത്തിയത്. ഇതെല്ലാമാണ് ഈ വധശിക്ഷയിലേക്ക് കൊണ്ട് ചെന്ന് എത്തിക്കുന്നതിന് കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. വിധിപ്പകർപ്പ് പുറത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ. അതെ, അതാ ഞാൻ പറഞ്ഞേ, അത് 40 പാരസെറ്റമോൾ ഗുളിക എടുത്ത് കലക്കി. ഇതിൻ്റെ ഇമ്മച്വർ മൈൻഡ്, ആ മൈൻഡ് സെറ്റ് നമ്മളൊന്ന് നോക്കണം. ഒരു മെച്യൂരിറ്റി ഓഫ് മൈൻഡ് ഉള്ള ഒരു കുട്ടിയല്ല ഇത്. അത് 22 വയസ്സിൽ ചെയ്ത പണിയാണ് ഈ പറയുന്നത്. 22 വയസ്സായ ഒരു കുട്ടിക്ക് ലോകപരിചയമൊന്നുമില്ല, പഠിക്കാൻ പിടിക്കുകയാണ്. അതായത് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 90% മാർക്കോടുകൂടി PG ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ MA പാസ്സായ കുട്ടിയാണ്. അപ്പോൾ അതേ അറിയുള്ളൂ, അതിന് ലോകപരിചയമൊന്നും ഉള്ളതല്ല. അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ വിളിച്ചു വരുത്തി ഒരുത്തന് വിഷം ഒഴിച്ചു കൊടുക്കും. കാരണം ഇത് മൈൻഡ് അങ്ങനെയാണ്, അതുകൂടി കാണേണ്ടതല്ലേ. ആ മൈൻഡ് അങ്ങനെയാണ്, ഒരു കൊലപാതകം നടത്തുന്നതിന് മടിയില്ല. അതാണ് കോടതി അടുത്തതായി നിരീക്ഷിച്ചിട്ടുള്ളത്. അത് കൃത്യമായിട്ട് പറയുന്നുമുണ്ട്. അത് സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനിയും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തുകൂടാ എന്നില്ല എന്ന്, അതായത് മാനസാന്തരത്തിനുള്ള സാധ്യത ഇല്ല എന്നാണ് കോടതിയുടെ ആ നിരീക്ഷണം വന്നിരിക്കുന്നത്. കാണുന്നവനെല്ലാം വിഷം ഒഴിച്ചു കൊടുക്കും. ഞാൻ പറയുന്നത് സമൂഹത്തിൽ ഇറങ്ങിയ ഇത് കാണുന്നവർക്കെല്ലാം വിഷം ഒഴിച്ചു കൊടുക്കുമോ? അപ്പൊ ഈ വീട്ടിൽ ഇയാൾ പോയത് പ്രാർത്ഥിക്കാനൊന്നും അല്ലല്ലോ, അത് നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഇങ്ങനൊരു സംഭവം ഈ കുട്ടിക്ക് ഇയാളെ ഒഴിവാക്കണം, ഇവൻ പോകത്തില്ല. ഇത് വലിയ ശല്യമായി കഴിഞ്ഞപ്പോൾ ഇതങ്ങ് ചെയ്തതാണ്, ഇതാണ് കാര്യം, അത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, ഇമ്മച്വർ മൈൻഡിൻ്റെ ഒരു ക്രൈമാണത്. കാരണം ഇത് നല്ല രീതിയിൽ ഇത് ആലോചിച്ച് ചെയ്യാനുള്ള സാവകാശമൊന്നും അതിനില്ല. അവസാനം ഇതൊക്കെ നോക്കി ആദ്യം പാരസെറ്റമോൾ എടുത്ത് കൊടുത്തു. പാരസെറ്റമോൾ കഴിച്ചാൽ ആരെങ്കിലും മരിക്കുമോ? ഇല്ല, അതിനറിയില്ല, അത് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ കീടനാശിനി പ്രയോഗം വന്നത്. ഇതും കഴിഞ്ഞിട്ട് ഈ കുട്ടി തന്നെ ആത്മഹത്യ ചെയ്യാനാണ് ഈ ലൈസോൾ എടുത്ത് കുടിച്ചത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ആ മെച്യൂരിറ്റി ഓഫ് മൈൻഡ് ഇതിനില്ല. ഒരു ഇമ്മച്യൂർ മൈൻഡിൻ്റെ എല്ലാ ലക്ഷണങ്ങളും വെളിവാക്കുന്നുണ്ട്. ഈ കൊലപാതകത്തെ ന്യായീകരിക്കുകയാണോ ജസ്റ്റിസ് കെമാൽ പാഷ? താങ്കൾ ന്യായീകരിക്കുന്ന രീതിയിലാണോ? നോ. കൊലപാതകം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ, കൊലപാതകം ഞാൻ ന്യായീകരിക്കല്ല. അയാളെ കൊല്ലാൻ പാടില്ല, കൊല്ലണം എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ വധശിക്ഷ കൊടുക്കണോ വേണ്ടേ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. അല്ലാതെ അയാളെ കൊല്ലണോ വേണ്ടേ എന്നുള്ളതല്ല. ജീവപര്യന്തം തടവ് വേണോ അതോ വധശിക്ഷ വേണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ
എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരിക്കലും ഒരു റെയറസ്റ്റ് എമംഗ് റെയർ ആവത്തില്ല. ഇത് ഹൈക്കോടതിയുടെ അനുമതി കൂടി വേണമല്ലോ. അത് താങ്കൾ പറയുന്നത് മേൽക്കോടതിയിൽ നിൽക്കാനുള്ള സാധ്യത കുറവാണെന്നല്ലേ? അത് ഞാനിനി അതിനകത്ത് ഊഹിച്ച് പറയാൻ പാടില്ല. ഞാനൊരു ന്യായാധിപൻ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഒരു സ്പെക്കുലേഷൻ എനിക്ക് എടുക്കാൻ പാടില്ല. പക്ഷേ കോടതി പരിഗണിക്കേണ്ട വിഷയമാണ് അതൊക്കെ. ഇപ്പോൾ ഇത് അപ്പീൽ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും കൺഫർമേഷൻ പ്രൊസീഡിങ്സ് 366 വകുപ്പ് അനുസരിച്ചുള്ള പ്രൊസീഡിങ്സ് ഹൈക്കോടതി DR ആയിട്ട് എടുക്കും. ആ DR ഒരു ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുമ്പോൾ ഇത് ഒരു അപ്പീലിൽ പരിഗണിക്കേണ്ട എല്ലാ കാര്യങ്ങളും അതിനകത്ത് കോടതി പരിഗണിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല, ഇത് എനിക്കറിയത്തില്ല, ഇനി ഞാനാണെങ്കിൽ ഇത് കൊടുക്കുകയില്ല ഡെത്ത് പെനാൽറ്റി ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. ഞാൻ ഒരുപാട് കേസ് കൊടുത്തുള്ളവനാണ്. പക്ഷേ ഇതിനകത്ത് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. കെമാൽ പാഷ, ഡോക്ടർ നിഷ നുജ്മുദ്ദീൻ, താങ്കളുടെ അഭിപ്രായം എന്താണ്? നെയ്യാറ്റിൻകരയിലെ ഈ കേസിൽ താങ്കളുടെ അഭിപ്രായം എന്താണ് ഈ ഡെത്ത് പെനാൽറ്റിയെ കുറിച്ച്? ഇവിടെ നമ്മുടെ കമൽ സാർ പറഞ്ഞതൊക്കെ തന്നെ എനിക്ക് ലൈക്ക് എല്ലാം ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സാർ പറഞ്ഞ പല കാര്യങ്ങളും ഒക്കെ ഇറ്റ് ഇസ് ആക്സെപ്റ്റബിൾ, ബട്ട് സർട്ടൻ തിങ്സ് ഞാൻ ഒത്തിരി എതിരെ ഡിസഗ്രി ചെയ്യുന്നു സർ. വളരെ ബഹുമാനത്തോട് തന്നെ ഞാൻ അതിനെ എതിർക്കുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇമ്മച്യൂരിറ്റി ഓഫ് മൈൻഡ് ഹസ് ലെഡ് ടു എ ക്രൈം എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഈ ഇമ്മച്യൂരിറ്റി എന്ന് പറയുമ്പോൾ പ്രേമിക്കാനും കല്യാണം കഴിക്കാനും കുങ്കുമം തൊടാനും വീഡിയോ എടുക്കാനും ആളെ വിളിച്ചു വരുത്താനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും സാധിക്കുമ്പോൾ അവർ ഈ ഗ്രീഷ്മയ്ക്ക് ഇമ്മച്യൂരിറ്റി ഒന്നും ഇല്ലായിരുന്നു. മദ്രാസ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു ഇടത്ത് നിന്ന് റാങ്ക് മേടിച്ചു പഠിച്ചു. ഒരു കേരളത്തിൽ നിന്ന് ഇത്രയും ദൂരത്തിൽ സ്ഥലത്ത് പോയി പഠിക്കുകയും അവിടെ റാങ്ക് മേടിക്കുമ്പോൾ ഇതൊക്കെ ഇമ്മച്യൂരിറ്റി കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണോ? ബാക്കി എല്ലാ കാര്യത്തിലും മെച്യൂരിറ്റി ഉണ്ട്. ഒരു ക്രൈം ചെയ്തപ്പോൾ ഇമ്മച്യൂരിറ്റി കൊണ്ടാണ് ആ കുട്ടിയെ ചെയ്തതെന്ന് പറയുന്നു. പക്ഷേ അങ്ങനെ പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരാളെ കൊന്നു കഴിഞ്ഞതിന് ശേഷം അതും വളരെ ഇവിടെ വന്നിട്ട് അറിയാത്ത ഒരാളെ അല്ലെങ്കിൽ പരിചയമില്ലാത്ത ഒരു വ്യക്തി അല്ല അവൾ ചെയ്തിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് ബ്രില്യന്റ് ക്രൈം, ബ്രില്യന്റ് എക്സിക്യൂഷൻ ഓഫ് എ ക്രൈം ആൻഡ് ദാറ്റ് ടു വളരെ പ്രീ പ്ലാൻഡ് ആയിട്ട് തനിക്ക് കൊല്ലണമെന്ന ഉദ്ദേശത്തോട് കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു കുട്ടിയെ കോൺട്രോൾ ചെയ്തു, എന്നെ കോൺട്രോൾ ചെയ്തു, എന്റെ വീഡിയോസ് കാണിച്ചിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്തു എന്നൊക്കെ തന്നെ ഇവിടെ കമാൽ പാഷ സാർ പറഞ്ഞു. പക്ഷെ ഞാൻ ചോദിക്കട്ടായോ, ഈ ഒരു സോഷ്യൽ മീഡിയയിലെ ഒത്തിരി അധികം ആക്റ്റീവ് ഒരു പെൺകുട്ടിയും ആ ഫോണും കാര്യങ്ങളും ഒക്കെ തന്നെ യൂസ് ചെയ്യുന്നു. സ്ഥലകാല ബോധം ഇല്ലാത്തൊരു പെൺകുട്ടിയൊന്നും അല്ലല്ലോ. പോലീസിൽ പരാതിപ്പെടാം, തന്റെ വീട്ടുകാരെ അറിയിക്കാം. അപ്പൊ ഈ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന അവനെതിരെ ഒരു പരാതി കൊടുക്കുന്ന അത്ര നേരമൊന്നും എടുക്കത്തില്ല. അപ്പൊ കൊല്ലാൻ വേണ്ടി പ്രീ പ്ലാൻ ചെയ്ത് നെറ്റിൽ സെർച്ച് ചെയ്യുകയും എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യണം എന്നൊക്കെ ചെയ്യാൻ കഴിവുള്ള ഒരു കുട്ടിക്ക്, ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് എന്തുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല? സോ ഗ്രീഷ്മ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി അല്ലെങ്കിൽ ഗ്രീഷ്മ എന്ന് പറഞ്ഞ സ്ത്രീ നമ്മുടെ സ്ത്രീ സമൂഹത്തിന് മാത്രമല്ല മനുഷ്യ കുലത്തിന് തന്നെ ഒരു കളങ്കപ്പെട്ട ഒരാളാണ്. ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോ ആർജിക്കർ കൊൽക്കത്ത കേസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലൈഫ് ഇംപ്രിസ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു സഞ്ജയ് റോയ് എന്ന് പറഞ്ഞ പ്രതിക്ക്. പക്ഷെ അവിടെ ഡെത്ത് പെനാൽറ്റി വേണമെന്നും കമാൽ പാഷ സാറിന്റെ ഒരു പ്രീവിയസ് വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു. അത് വളരെയധികം ശരിയാണ് സർ. അവിടെ നടന്ന കാര്യം എന്തുകൊണ്ട് ഇവിടെ നടന്നുകൂടാ? അപ്പൊ ഇവിടെ ഇമ്മച്യൂരിറ്റി എന്ന് പറഞ്ഞൊരു ഫാക്ടർ കൊണ്ട് ഗ്രീഷ്മയ്ക്ക് കൊടുത്ത ഒരു വിധി അല്ലെങ്കിൽ എന്താ പറയാ ഡെത്ത് പെനാൽറ്റി ഒട്ടും തന്നെ ശരിയല്ല എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇവിടെ ഒരു രണ്ട് വ്യക്തികൾ തമ്മിലൊരു ബന്ധമായിരുന്നു. അവിടെ ഫിസിക്കൽ ഇന്റിമസി ഉണ്ട്, ഇമോഷണൽ ഇന്റിമസി ഉണ്ട്, മെന്റൽ ഇന്റിമസി ഉണ്ട്, എല്ലാം തന്നെയുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ റയറസ്റ്റ് കേസ് തന്നെയാണ് ഇതെന്ന് ഞാൻ വളരെ വളരെ ശക്തമായിട്ട് തന്നെ പറയുന്നു. ഇതൊരിക്കലും അപൂർവങ്ങളിൽ അല്ലെങ്കിൽ അത്യപൂർവമായ ഒരു കേസ് അല്ല എന്ന് പറയാൻ ഏത് രീതിയിൽ കഴിയും? അപ്പൊ ഇത്രയും മാത്രമല്ല ഇതിൽ കോടതി നിരീക്ഷിച്ചിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. കോടതി നിരീക്ഷിച്ചത് ഈ പറയുന്ന ഷാരോൺ രാജിന് സംശയം ഉണ്ടായിട്ട് കൂടി ഷാരോൺ അത് വെളിയിൽ പറഞ്ഞില്ല. 11 ദിവസം വെള്ളം ഇറക്കാൻ പോലും പറ്റാതെ ആശുപത്രി കിടക്കയിൽ കിടന്ന സമയത്ത് പോലും ഷാരോൺ രാജ് ആ സ്നേഹത്തിന് വില കൽപ്പിച്ചു. പക്ഷേ അതേ സമയമാണ് മറുവശത്തുനിന്ന് ചതി വന്നത്. ഞാനൊന്ന് പറയട്ടെ, ഷാരോൺ രാജ് വന്ന് 100% ശരിയാണ്. അല്ലെങ്കിൽ ആ പയ്യന്റെ അവസ്ഥ എന്തായിരുന്നു നമുക്ക് ആർക്കും തന്നെ അറിയില്ല. കാര്യം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, ഈ ലോകത്ത് ആ ഒരു വ്യക്തി ജീവിച്ചിരിപ്പില്ല. പക്ഷെ ആ മരണക്കിടക്കയിൽ പോലും ആ ഗ്രീഷ്മ എന്ന് പറഞ്ഞ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുകയും ഒന്നും തന്നെ എതിരായിട്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഒരു പക്ഷെ അത് അവന്റെ സമയത്തുള്ള ഒരു മാനസികാവസ്ഥ കൊണ്ടായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും ഇവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു താൻ അല്ലെങ്കിൽ ശരി ആ പയ്യനെ കൊല്ലണം, ഒരു വിഷം കൊടുത്ത് കൊല്ലായിരുന്നു. വളരെ കൃത്യമായി പ്ലാൻ ചെയ്യുകയും താങ്കൾ പറഞ്ഞ പോലെ 11 ദിവസം പച്ചവെള്ളം പോലും കുടിക്കാതെ തന്റെ ആന്തരാവയവങ്ങൾ എല്ലാം തന്നെ നശിച്ചു പോകുന്ന രീതിയിലാണ് ഒരു മരണമാണ് അവൾ സമ്മാനിച്ചത്. അപ്പൊ ഇത്രയും ഒരു ക്രൂരകൃത്യം ചെയ്തിട്ട് ഒരു കൂസലും ഇല്ലാതെ തനിക്ക് ഒരു ഇമോഷനും ഇല്ലാതെ ഈ പറഞ്ഞ ഇതേ ഗ്രീഷ്മ തന്നെ തനിക്ക് ലൈഫ് സെന്റൻസ് അല്ലെങ്കിൽ ഇംപ്രസ്മെന്റ് വരുമെന്ന് പറഞ്ഞപ്പോൾ സാരമില്ല, 38 വയസ്സ് കഴിഞ്ഞാൽ ഞാൻ സ്വതന്ത്രതയാവും, ഞാൻ ഫ്രീ ആവുമല്ലോ എന്ന് പറയാൻ ഒരു ആറ്റിറ്റ്യൂഡ് പറഞ്ഞൊരു സ്ത്രീയാണ്. അപ്പോൾ എന്തുമാത്രം മനക്കട്ടിയും എന്തുമാത്രം ഒരു ഫീലിംഗ് ഓഫ് റിഗ്രറ്റ് ഓർ ഗിൽറ്റി ഇല്ലാത്തൊരു പെൺകുട്ടിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് തൂക്ക് തണ്ടാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് തൂക്ക് കയറി പോയതിൽ ഒരു തെറ്റും തന്നെ ഇല്ലെന്ന് ഞാൻ പറയുന്നത്. കാര്യം ഇവിടെ ഗ്രീഷ്മ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഇമ്മച്ചുറായ ഒരു മൈൻഡ് നമുക്ക് കാണാൻ പാടില്ല. ഇങ്ങനെ ക്രൈംസിനെ എൻകറേജ് ചെയ്യുമ്പോൾ അവിടെ ജെൻഡർ ഇല്ല. ഞാനൊരു സ്ത്രീയാണ്, നാളെ ഞാൻ കുറ്റം ചെയ്താലും അല്ലെങ്കിൽ വേറൊരാൾ കുറ്റം ചെയ്താലും കുറ്റമാണ്. അവിടെ ആണോ പെണ്ണോ എന്നില്ല, കുറ്റം തന്നെയാണ്. അത് അതിന്റെ രീതിയിൽ കാണുകയും അതിനി നമ്മുടെ സമൂഹത്ത് വളർന്നു വരുന്ന ജനറേഷൻസ് ആരും തന്നെ അത് അനുകരിക്കുകയും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരു ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ ആ രീതിയിലായിരിക്കണം.
ജസ്റ്റിസ് ഡിലേഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ് എന്നാണല്ലോ പറയുന്നത്. പക്ഷെ ഇവിടെ ഡിലേ ആയി 2020 നടന്ന കാര്യത്തിൽ 2025 വിധി വന്നു. അപ്പോൾ ഒരു പ്രോപ്പറായ വിധി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതിനെ. അത് മാത്രമല്ല, ആർട്ടിക്കിൾ 142 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 14 പോലെ തന്നെ ആർട്ടിക്കിൾ 142 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു യുണീക് പ്രൊവിഷൻ ഉണ്ട്. കംപ്ലീറ്റ് ജസ്റ്റിസ് ഹാസ് ടു ബി എൻഷുർഡ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു പ്രൊവിഷൻ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഗ്രീഷ്മയ്ക്ക് കിട്ടിയ ഒരു വിധി വന്നിട്ട് ഒരിക്കലും ഞാൻ ഒരു തരത്തിലും ന്യായീകരിക്കുന്നുമില്ല. അത് വളരെ വളരെ ശരിയായ കാര്യമാണെന്ന് ഞാൻ പറയുന്നുള്ളൂ. ഒരിക്കലും അതിനെ വന്നിട്ട് ഗ്രീഷ്മയ്ക്ക് അത് കിട്ടാൻ പാടില്ല എന്ന ലെവലിൽ ഞാൻ ഒരിക്കലും അതിനെ ന്യായീകരിക്കത്തില്ല. ബിക്കോസ് സി ദർ ഇസ് സംതിങ് ടു ബി അണ്ടർസ്റ്റുഡ്. നമ്മളാരും പൊട്ടന്മാരും മട്ടന്മാരും ഒന്നും അല്ലല്ലോ. ശരി നിഷ, എന്തായാലും ഒരു മാതൃകയായ വിധിയായിട്ട് തന്നെ താങ്കൾ കാണുകയാണ്. ഇപ്പോൾ സജിൻ എന്ന് പറയുന്നത് ഷാരോൺ രാജിന്റെ വളരെ അടുത്ത ബന്ധുവാണ്. സജിൻ, എന്താണ് ഈ വിധി വന്നതിന് ശേഷം തോന്നിയത്? നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു വിധിയായിരുന്നോ? വധശിക്ഷ കിട്ടണം എന്ന് പറയുമ്പോഴും ഇങ്ങനെ ഒരു വിധി പ്രതീക്ഷിച്ചിരുന്നോ യഥാർത്ഥത്തിൽ? സജിനും ഷാരോണുമായുള്ള ആ അടുപ്പം എങ്ങനെയായിരുന്നു, അതുകൂടെ പറയൂ. ഞാനും ചേട്ടനും കുഞ്ഞാൾ മുതൽ ജനിച്ചപ്പോൾ മുതൽ ഒന്നിച്ച് കളിച്ചു വളർന്നവരാണ്. എൻ്റെ ചേട്ടനാണ്. എന്താ പറയുക, ഇവരുടെ ഈ സ്നേഹത്തിലായാലും എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഇവിടെ തുടക്കം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങളെല്ലാം എനിക്കറിയാം. പിന്നെ ഈ ഒരു ജഡ്ജിമെന്റിൽ ഞങ്ങൾ സംതൃപ്തരാണ്. കാരണം നമ്മൾ ആഗ്രഹിച്ചതും ഇതാണ്. ഈ ഒരു എന്താ പറയുക, ഈ ജഡ്ജിമെന്റിൽ നമ്മൾ ഒരുപാട് സംതൃപ്തരാണ്. പിന്നെ ഇതിനു മുമ്പ് സംസാരിച്ച ഒരു സാറുണ്ടായിരുന്നു. പുള്ളി എന്ത് കണ്ടിട്ടാണെന്ന് എനിക്കറിയില്ല ഈ കേസിനെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ പുള്ളി പറഞ്ഞത് തികച്ചും ഞാൻ തള്ളിക്കളയാണ്. കാരണം ഈ കേസിലുടനീളം നടന്ന ഞങ്ങൾക്ക് മനസ്സിലായി ഗ്രീഷ്മ എന്ന് പറയുന്നത് അതൊരു മനുഷ്യനല്ല, അത് എന്ത് ഗണത്തിൽപ്പെടുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അത് മാത്രമല്ല, എന്താ പറയാ, ചേട്ടനെ സ്നേഹത്തിനാണ് അവൾ വിഷം കലർത്തി കൊടുത്ത് നശിപ്പിച്ചത്. എന്ത് പറയണമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ ഡിബേറ്റിൽ നിന്ന് പോവുകയാണ്. കാരണം ഇതിനു മുമ്പ് സംസാരിച്ച സാറിന്റെ വാക്കുകളൊന്നും എനിക്കിനി കേൾക്കാൻ താല്പര്യമില്ല. താങ്ക് യു. ശരി, ജസ്റ്റിസ് കെമാൽ പാഷ, വൈകാരികമായ രീതിയിൽ തന്നെ അവർ എന്തായാലും പ്രതികരിക്കും. കാരണം അവരത് ഈ വധശിക്ഷയിൽ കുറഞ്ഞൊന്നും അവർ ആഗ്രഹിക്കുകയില്ല. അത് അഡീഷണൽ സെഷൻ ജഡ്ജിക്ക് അത് ബോധ്യമാവുകയും ചെയ്തു. അതുകൊണ്ടാണല്ലോ അപൂർവങ്ങളായി മാറിയതും. പക്ഷേ എതിരഭിപ്രായങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ താങ്കൾക്ക് തന്നെ താങ്കളുടെ ഒരു മൈൻഡിൽ അങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അതാ ഞാൻ പറഞ്ഞത്. അതെ, ഈ എല്ലാ കൊലപാതകങ്ങളും ബ്രൂട്ടലാണ്. എല്ലാം കൊലപാതകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ചെറിയ കൊലപാതകം നമുക്ക് പറയാൻ ഒക്കത്തില്ല. എല്ലാ കൊലപാതകങ്ങളും ബ്രൂട്ടലാണ്. പക്ഷേ എല്ലാ കൊലപാതകങ്ങൾക്കും നമുക്ക് ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ചിലതിന് കൊടുക്കാൻ പറ്റും, ചിലതിന് കൊടുക്കാൻ പറ്റുകയില്ല. ആ കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ റെയറസ്റ്റ് എമംഗ് റെയർ ആയിരിക്കണം. അതിനകത്ത് ആ രീതിയിലുള്ള കേസിനെ കൊടുക്കാൻ ഒക്കുള്ളൂ. ഇവിടെ നേരത്തെ ഇല്ല കുട്ടി ഇരുന്ന് 142 ഒക്കെ പറഞ്ഞു. ആർട്ടിക്കിൾ 142 എന്നൊക്കെ പറയുന്നത് സുപ്രീം കോർട്ടിൻ്റെ പ്ലീനറി പവേഴ്സാണ്. ഇതുമായിട്ടൊന്നും ഒരു ബന്ധമുള്ള കാര്യമല്ല. അത് മജിസ്ട്രേറ്റ് കോടതിക്കോ അല്ലെങ്കിൽ സെഷൻസ് കോടതിക്കോ ഹൈക്കോടതിക്കോ പോലും ഉള്ള പവറൊന്നും അല്ലത്. അത് പോയിക്കോട്ടെ. പക്ഷേ ഇതിനകത്ത് പ്രശ്നം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ കൊലപാതകത്തെ ന്യായീകരിക്കല്ല ഞാൻ ചെയ്യുന്നത്. മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ഉണ്ടോ എന്ന് നോക്കണം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒരാളുടെ ഒരു പ്രത്യേക കോർണറിലേക്ക് തള്ളിക്കൊണ്ടുപോയി, വേറെ മാർഗമൊന്നുമില്ല. പിന്നെ അതെന്തുകൊണ്ട് പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അന്നേരം ഇയാൾ ഈ വീഡിയോ എടുത്ത് പുറത്തിടും. ഈ കുട്ടിക്ക് പിന്നെ ജീവിച്ചിരിക്കാൻ പറ്റുമോ? വലിയ പ്രശ്നമുണ്ടതിന്. നമ്മൾ അതും ചിന്തിക്കേണ്ടതാണ്. അല്ലാതെ ഞാൻ ഇതിനകത്ത് ന്യായീകരിച്ചൊന്നുമല്ല. ഈ കൊലപാതകം നടത്തിയത് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞതല്ല. അത് പ്രീ മെഡിറ്റേറ്റഡ് ആണ്, പ്രീ പ്ലാൻഡ് ആണ് എന്ന് തന്നെയാണ് ഇനി ഞാൻ കാണുന്നത്. പക്ഷേ അതുകൊണ്ട് മാത്രം ഒരു കേസ് ഒരിക്കലും റെയറസ്റ്റ് എമംഗ് റെയറും ഇല്ല. ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്, നോക്കണം. ആ നോക്കാനുള്ളതൊക്കെ ഇതിൽ നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത്, ഇത് പറയുമ്പോൾ ഇതിനെ എതിർക്കുന്ന ഒരുപാട് പേര് കാണും. ഐ ഡോണ്ട് കെയർ. കാരണം ഇത് നിയമം എനിക്കറിയാവുന്ന നിയമമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് നിയമജ്ഞനൊക്കെ പറയട്ടെ എങ്ങനെയാണെന്ന് നമുക്ക് കേൾക്കാമല്ലോ. അപ്പോൾ ഇത് നമുക്ക് നോക്കുമ്പോൾ ഇതിനകത്ത് പെട്ടെന്ന് തോന്നും ആളുകൾ ഇമ്പൾസീവായിട്ട് അങ്ങ് പ്രതികരിക്കും. അവൾക്കിത് തന്നെ കിട്ടണം. അതെന്താ കാര്യം? അത് നമ്മൾ നോക്കണം. ഇവിടെ ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയുന്ന എന്തെങ്കിലും ഉണ്ടോ? എത്രയോ പെൺകുട്ടികൾ ഓരോരുത്തന്മാരുടെ കൈ കൊണ്ട് കൊല്ലപ്പെടുന്നു. ഒരുത്തൻ പാറ്റ്നായി പോയി തോക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഒരു പെൺകുട്ടിയെ വെടിവെച്ച് കൊന്നു. നമ്മൾ കണ്ടാണ് ഒരു പ്രൊഫഷണൽ കോളേജിൽ. അതേപോലെ വേറൊരുത്തൻ കയറി വെട്ടിക്കൊന്നു. ഇതെന്താ? അവന് പ്രേമിക്കും, പക്ഷേ പെണ്ണിന് വേണ്ട, സമ്മതിക്കത്തില്ല, വിടത്തില്ല, പുറകെ നടന്ന് കൊല്ലും. ഒരെണ്ണത്തിന് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു, നമ്മൾ കണ്ട്. ഇതിനകത്തൊക്കെ നമ്മൾ എന്താ ഇവന്മാരെ എന്തുകൊണ്ട് നമ്മൾ ഇത് പറയുന്നില്ല? പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട് ജസ്റ്റിസ് കെമാൽ പാഷ. ഒരു പെൺകുട്ടി ക്രിമിനലായി മാറിയാൽ ശിക്ഷിക്കാൻ പാടില്ല എന്നില്ല. അത് മാത്രമല്ല, അതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവർ തന്നെ ഇതിപ്പോൾ ഷാരോൺ രാജുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന സമയത്ത് തന്നെ മറ്റു ബന്ധങ്ങളും ഉണ്ടായിരുന്നു എന്നാണ്.
അപ്പോൾ അതും ഇപ്പോൾ ഈ വീഡിയോ കാണിച്ച് ഭീഷണിപ്പെടുത്തിയതിനെ, ജീവിതം തകർത്തേനെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡിഫൻസ് തീർക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? ഒരു സ്ത്രീ എന്ന പരിഗണന കിട്ടാതെ ഇവർക്കെതിരെ ശിക്ഷ വിധിച്ചു എന്ന് പറയുന്നത് വേറെ ആളുകളുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ ഇത് ഈ പരസ്യമായിട്ട് കോടതിയിൽ വെച്ച് ആ പെൺകുട്ടിയെ അവഹേളിച്ചായിട്ടൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വല്ല കാര്യമുള്ളതാണോ? അതിന് ചിലപ്പോൾ അതിനെന്താ പെൺകുട്ടിക്ക് അതിനെന്താ ഒരുത്തനുമായിട്ട് ബന്ധമുണ്ടായി, അതിന് മറ്റ് വേറെ ബന്ധങ്ങളുണ്ടായിരുന്നൊക്കെ പറയുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എവിഡൻസ് ഇല്ലാതെ ഒരു പെൺകുട്ടിയെക്കുറിച്ച് അത് പറയരുത്. അത് തന്നെ ക്രിമിനൽ കേസ് ശിക്ഷിച്ചു, അത് ശരിയാണ്. കൊലക്കേസ് ശിക്ഷിച്ചു, വധശിക്ഷയ്ക്ക് വിധിച്ചു, അതിലും വലിയൊരു ശിക്ഷ അതിന് കൊടുക്കാനില്ല. ഇനി അതിൻ്റെ പുറത്ത് ബാക്കി നമ്മളതിൻ്റെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. വെരി സോറി. അതാണ് എനിക്ക് അതൊക്കെ അതാ പറഞ്ഞ് ജഡ്ജ്മെൻ്റ് എഴുതി വെക്കാൻ പാടുണ്ടോ? ആലോചിക്കുകയാണ്. ഇത് ആലോചിക്കണ്ടേ? ഇതൊക്കെ ജഡ്ജ്മെൻറ്റിൽ എഴുതി വെക്കാൻ പാടുള്ള കാര്യമാണോ? വേറെ ബാക്കി അവിടെ നടന്നേക്കുന്ന കാര്യങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു. ഞാനൊന്നും പറയുന്നില്ല അതിനെക്കുറിച്ച്. അത് ബാക്കി എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അത് ഇവിടെ ഒരുപാട് പത്രക്കാരുമൊക്കെ വന്നു, അവർക്ക് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു കേട്ടതാണ്, ഞാൻ കണ്ടില്ല. അതായത് ഇതിപ്പോൾ നേരത്തെ ഇവിടെ വന്ന ഒരു റിപ്പോർട്ടർ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം, അയാൾ അവിടെ പേഴ്സണലി പ്രസൻ്റ് ആയിരുന്നു ആ കോടതിയിൽ. പറഞ്ഞ ഒരു കാര്യം ഞാൻ കേട്ട ഉള്ളതാണോ എന്ന് എനിക്കറിയില്ല. സബ്ജക്റ്റ് ടു കറക്ഷൻ, അല്ലെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ആ കോടതിയിൽ ഇതങ്ങോട്ട് കഴിഞ്ഞിട്ട് ഈ ഷാരോണിൻ്റെ അമ്മയും അച്ഛനെയും സഹോദരനെയും വിളിച്ച് വരുത്തി ഈ കൂട്ടി നിൽക്കുമ്പോൾ, എന്നിട്ട് വിളിച്ച് വരുത്തിയിട്ട് അവസാനം ചോദിച്ച് തൃപ്തിയായോ, എന്തോ സന്തോഷമായോ എന്ന്. ഇതൊക്കെ ചോദിക്കാൻ പാടുള്ള ഒരു കോടതിയിലാണോ ഇതൊക്കെ നടക്കേണ്ടത്? നോ, ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് കറക്റ്റ്. അതൊന്നും ഒരു കോടതിയിൽ നടക്കേണ്ട കാര്യമായിട്ട് ഞാൻ പരിഗണിക്കുന്നില്ല, കാണുന്നില്ല. അത് തെറ്റാണ്. കാരണം ഒരു ജഡ്ജി ഒരിക്കലും ഈ വാദിയുടെ ഷൂസിനകത്തേക്ക് കയറാൻ പാടില്ല. അതിൻ്റെ കാര്യമില്ല. കാരണം നമ്മുടെ സ്വന്തം കേസല്ല നടക്കുന്നത്, വേറെ ആളുകളുടെ കേസാണ്. അതിനകത്ത് നമുക്കൊരു ഒരു നോഷൻ ഇതൊന്നും വരാൻ പാടില്ല. വളരെ സ്വതന്ത്രമായ മൈൻഡായിരിക്കണം. ഇങ്ങനെയൊക്കെ നടന്നെന്ന് പറയുമ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി അപ്പോൾ ഇത് കേട്ടിട്ട്. പിന്നെ ഇത് ആ കുടുംബത്തിന് ഒരാളെ നഷ്ടപ്പെട്ടു, ശരിയാണ്, അവർക്ക് വേദന കാണും. അങ്ങനെ ഏത് മരണത്തിനും അവരെ ആഗ്രഹിക്കും ഇത് അവനെ തൂക്കിക്കൊല്ലണമെന്ന്. ഇപ്പം നമ്മൾ RG കാറിൻ്റെ നമ്മൾ കണ്ടല്ലോ, യഥാർത്ഥത്തിൽ അത് ഈ തൂക്കിക്കൊല കൊടുക്കേണ്ട കേസല്ലേ, വധശിക്ഷ കൊടുക്കേണ്ടതാണ്. അതില്ലല്ലോ, അത് തെറ്റ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ പറയുന്നത് ഇത് പര്യാപ്തമായ ഒരു കേസായിരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ എൻ്റെ വ്യൂ ആയി പറയുന്നത്. ശരി, താങ്കളുടെ വ്യൂ എന്താണ്? ചെയ്യാം. താങ്കളുടെ നിലപാട് എന്താണ്? ശ്രീ MR അഭിലാഷ്, ജസ്റ്റിസ് കെമാൽ പാഷയുമായി താങ്കൾ യോജിക്കുന്നോ ഇല്ലയോ? കമാൽ പാഷ സാറ് പറഞ്ഞത് വ്യക്തമായി നിയമത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള, കോടതി വിധികൾ വഴി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള നിയമം തന്നെയാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിനോട് നമുക്ക് വിയോജിക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പ്രതിഷേധിച്ച് ഇപ്പൊ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോകുക, അതൊക്കെ തികച്ചും വൈകാരികമായിട്ടുള്ള പ്രതികരണമാണ്. അദ്ദേഹം പറഞ്ഞത് നിയമപരമായിട്ട് 100% ശരിയാണ് എന്ന് ചുരുങ്ങിയ വാക്കുകളിൽ എനിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയും. ഈ 1980 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ബച്ചൻ സിംഗ് കേസിൽ അപൂർവമായ ഒഫൻസിൽ മാത്രമേ വധശിക്ഷ കൊടുക്കാവൂ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അത് ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയായിരുന്നു. പിന്നീട് 1983 മച്ചി സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കേസുണ്ട്, മച്ചി സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. അവിടെ ഏതൊക്കെ തരത്തിലുള്ള ഒഫൻസസ് ആണ് ഈ അപൂർവമായി വരുന്നത് എന്നത് പ്രതിപാദിച്ചിട്ടുണ്ട്. നമുക്കൊരു ഒരു കൊലപാതകം നടത്തിയ ഒരു പുരുഷനായിക്കൊള്ളട്ടെ സ്ത്രീ ആയിക്കൊള്ളട്ടെ, അവരോട് സമൂഹത്തിന് വളരെയധികം ദേഷ്യമുണ്ടാകാം. ഈ പെൺകുട്ടി നടത്തിയതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ ഞാൻ മുതിരുന്നില്ല, അതിന് കഴിയുകയുമില്ല. പക്ഷേ അത് ഈ റയറസ്റ്റ് ഓഫ് ദ റയർ ആയിട്ട് വരുന്നോ ഇല്ലയോ എന്നുള്ളത് വളരെ വ്യക്തമാണ് നിയമത്തിൽ. ഇപ്പോ അതിന്റെ ക്രൈറ്റീരിയ മച്ചി സിംഗിൽ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് ആ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തത്, എത്രത്തോളം ബ്രൂട്ടൽ ആയിട്ടുള്ള രീതിയിലാണ് അത് കമ്മിറ്റ് ചെയ്യപ്പെട്ടതെന്നുള്ളത് ഒരു ഘടകമാണ്. ഒരു ഉദാഹരണത്തിന്, ഇപ്പം ഒരാളുടെ വീടിന് തീയിടുകയാണ്, അതിനകത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ വെന്ത് കൊല്ലാൻ വേണ്ടി വീടിന് തീയിടുകയാണ്. വീടിന് തീയിടുക എന്നുള്ളതല്ല ലക്ഷ്യം, പക്ഷെ അകത്ത് ഉറങ്ങിക്കിടക്കുന്ന ആൾ മരിക്കുക എന്നുള്ളതാണ്, വെന്ത് മരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. റയറസ്റ്റ് ഓഫ് ദ റയർ ഒഫൻസ് ആണ്. ഒരാളെ കൊല്ലുന്നതിന് മുമ്പ് ടോർച്ചർ ചെയ്യുക, ഇഞ്ചായിട്ട് വേദനിപ്പിച്ച് അവസാനം അതിന്റെ പരിസമാപ്തി എന്നുള്ള നിലയിൽ ജീവൻ എടുക്കുക, റയറസ്റ്റ് ഓഫ് ദ റയർ ആണ്. പിന്നെ കൊല്ലുമ്പോഴോ കൊന്നതിന് ശേഷമോ ശരീരം മ്യൂട്ടിലേറ്റ് ചെയ്യുക. അപ്പൊ അത്തരത്തിൽ വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള ഒഫൻസിനെയാണ് റയറസ്റ്റ് ഓഫ് ദ റയർ ആയിട്ട് സുപ്രീം കോടതി അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥ കണക്കാക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം നിയമപരമായിട്ട് പൂർണ്ണമായിട്ടും ശരിയാണ്. നമുക്ക് ഇവർക്ക് നമുക്ക് പിന്നെ കോടതി ശിക്ഷ വിധിക്കുമ്പോൾ
അതിനകത്ത് 2-3 ഫാക്ടേഴ്സ് പരിഗണിക്കും. 2 മുഖ്യമായിട്ടുള്ള ഫാക്ടേഴ്സ്: അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസസും മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസും. അഗ്രവേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് കഠിനമായ ശിക്ഷ കൊടുക്കണം, അതാണ്. മിറ്റിഗേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാമൂഹിക സാഹചര്യങ്ങൾ എന്തുകൊണ്ട് ശിക്ഷ കുറയ്ക്കണം എന്നുള്ളതാണ്. സുപ്രീം കോടതിയുടെ തന്നെ വിധിന്യായങ്ങളിൽ പറയുന്നത് വധശിക്ഷ എന്നുള്ളത് എക്സെപ്ഷൻ ആണ്. ലൈഫ് ഇംപ്രിസൺമെന്റ്, ജീവപര്യന്തമാണ് പൊതുവായിട്ടുള്ള ചട്ടം. എക്സെപ്ഷൻ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ എക്സെപ്ഷണൽ കേസസിൽ മാത്രമേ ഇത് കൊടുക്കാൻ കഴിയുള്ളൂ. അതല്ലാതെ നാം വികാരത്തിന്റെ സൈഡ് പിടിച്ചുകൊണ്ട് നമുക്ക് ദേഷ്യം തോന്നി എന്നതുകൊണ്ട് തൂക്കിക്കൊല്ലണമെന്ന് പറയുമ്പോൾ നാം ഒരു പ്രാകൃതമായ ഒരു സമാജ വ്യവസ്ഥയിലേക്കാണ് പോകുന്നത്. അങ്ങനെ ആരെങ്കിലും അഭിപ്രായം പ്രകടിപ്പിച്ചാൽ അവരോട് എനിക്ക് വിയോജിപ്പുണ്ടായിട്ടല്ല, വൈകാരികമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ തന്നെയും അത് നിയമം അനുവദിക്കില്ല എന്ന് പറയേണ്ടതായിട്ടുണ്ട്. നേരത്തെ കമാൽ പാഷ സാർ പറഞ്ഞ ആർഗ്യുമെന്റിനെ ഒരിക്കലും ആർട്ടിക്കിൾ 142 കൊണ്ട് ശ്രീമതി നിഷ പറഞ്ഞതുപോലെ കൗണ്ടർ ചെയ്യാൻ കഴിയില്ല. 142 എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിക്ക് മാത്രം അനുവദനീയമായിട്ടുള്ള ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എടുത്ത് വിനിയോഗിക്കുവാൻ കഴിയുന്ന അപൂർവ അധികാരമാണ്. അപ്പൊ അതൊന്നും ഇവിടെ ആപ്ലിക്കബിൾ അല്ല. ഒരു നിയമജ്ഞൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ന്യായാധിപനായിരുന്നപ്പോൾ ഏറ്റവും സത്യസന്ധമായിട്ടും ധീരമായിട്ടും ആരുടെയും മുഖം നോക്കാതെ, ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ നീതി നടപ്പാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്ന് അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് വ്യക്തിപരമായിട്ട് ബോധ്യമുള്ള കാര്യമാണ്. അപ്പൊ നാം അദ്ദേഹത്തിനോട് പ്രതികരണത്തോട് നാം വൈകാരികമായിട്ട് പ്രതികരിക്കാതിരിക്കുക, ആ കാഴ്ചപ്പാടിനോട് വേണമെങ്കിൽ വിയോജിക്കുക. ശരി ശരി ശ്രീ ജോർജ് ജോസഫ്, താങ്കളുടെ നിലപാട് എങ്ങനെയാണ്? ഇതിൽ വധശിക്ഷ വിധിച്ചത് ഉചിതമെന്നാണോ അതോ ജസ്റ്റിസ് കെമാൽ പാഷയും അതുപോലെ തന്നെ ശ്രീ MR അഭിലാഷും പറഞ്ഞതുപോലെയാണോ? ഞാൻ ഇതേപ്പറ്റി നേരത്തെ കമൻറ്റ് ചെയ്തിരുന്നു. ഞാൻ ജീവപര്യന്തം തടവ് കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതിനപ്പുറത്തോട് ഞാൻ ചിന്തിച്ചില്ല. കാരണം അതിനകത്തൊരു ഡിഫൻസ് പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടി. കാരണം ഞാൻ ഈയൊരു ശല്യം കാരണം ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ച് വെച്ച സാധനം എടുത്ത് കുടിച്ചെന്ന്. അത് നല്ലൊരു ഡിഫൻസായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതൊരു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, 1955 ഇന്ത്യയിൽ ഒരു സ്ത്രീയെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വിധേയമാക്കിയത്. പിന്നീട് ഇതുവരെ ഒരു സ്ത്രീകളെയും ഇന്ത്യയിൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വിധിച്ചിട്ടില്ല. ലോകം മുഴുവൻ ഇപ്പം അങ്ങനെയാണ് ക്യാപിറ്റൽ പണിഷ്മെന്റിലോട്ട് വരുന്നത്. എല്ലാ രാജ്യങ്ങളും പിന്മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ്. വിധിച്ചിട്ടുണ്ട്, കഴിഞ്ഞ മാസം അല്ല വിധിക്കല്ല, എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. നമ്മൾ അത് മനസ്സിലാക്കണം. ലോകത്തിലെ മുഴുവൻ അവർ ലൈഫ് ലോങ് അവർ ജീവിതാവസാനം വരെ അവർ തടവിൽ ശിക്ഷിക്കും. അദ്ദേഹം ഒരു ഹൈക്കോടതിയിൽ ജഡ്ജിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് മുമ്പിൽ ഈ പ്രശ്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ജഡ്ജ്മെൻറ്റ്, ആ ലോവർ കോടതിയിലെ വിധി അദ്ദേഹം കാണുന്നത് എങ്ങനെ, ആ രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അതുകൊണ്ട് അത് ഏകദേശം അത് തന്നെ ഉണ്ടാവും ഈ കേസിൻ്റെ വിധി എന്ന് ഞാൻ അത് കേട്ടപ്പം മുതലേ പറയുന്നത്. എൻ്റെ അഭിപ്രായം ഏകദേശം അദ്ദേഹത്തോട് ചോദിച്ചാണ്. പക്ഷേ വൈകാര്യമായിട്ട് നമുക്ക് തോന്നും ഒരാൾ ഇറങ്ങിപ്പോയി, അതുപോലെ വൈകാര്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അവിടെ തൂക്കിക്കൊല്ലേണ്ടതാണ്. പക്ഷേ അവൾക്കൊരു ഡിഫൻസ് ഉണ്ട് ഇതിനകത്ത്. ആ ഡിഫൻസ് കോടതി നോക്കിയിട്ടില്ല. അത് തന്നെയല്ലേ 364 അനുസരിച്ച് അത് അപ്ലൈ ചെയ്ത് അവരെ തട്ടിക്കൊണ്ട് പോയി കൊന്നെന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് അത് ഒരു ഇൻ്റർപ്രിട്ടേഷൻ എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ ഈ IPC CRPC എവിഡൻസ് ആക്റ്റൊക്കെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനായിരുന്നു. അപ്പോൾ അത് എനിക്ക് മനസ്സിലാകുന്നത് അത് ആസൂത്രിതമായ കൊലപാതകം തന്നെയാണ്, തന്നെയാണ്, ക്രൂരമാണ്. അതിന് ലൈഫ് ഇംപ്രസ്മെന്റ് കൊടുത്തോട്ടെ. അതിലപ്പുറത്തോട്ട് പോകുന്നത് എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം ഇന്ത്യയുടെ ചിന്താഗതി മുഴുവൻ ഇപ്പം അങ്ങനെയാണ്. സുപ്രീം കോടതി ചിന്താഗതിയാണ്, കേരള ഹൈക്കോടതി അങ്ങനെ തന്നെ. അതുതന്നെയല്ല ഈ ഹൈക്കോടതി ഇപ്പം നമുക്കറിയാം ഇതിനെ ഒരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ 414 CRPC ഹൈക്കോടതി കൺഫേം ചെയ്യും. കൺഫേം ചെയ്തെങ്കിൽ മാത്രമേ ഒരു വാറണ്ട്, ഒരു ബ്ലാക്ക് വാറണ്ട് എക്സിക്യൂട്ടീവ് പ്രൊഡിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ലെവലിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സുപ്രീം കോടതി 132 അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് പോകാം, 136 അനുസരിച്ചും പോകാം. അത് സുപ്രീം കോടതിയുടെ നോക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ രീതിയിലല്ല, നമുക്ക് വൈകാരികം പ്രതികരിക്കും. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ കോടതി, ഹൈക്കോടതിയും സുപ്രീം കോടതി ക്യാപിറ്റൽ പണിഷ്മെന്റ് അത് നടപ്പാക്കണമെന്നുള്ള തീരുമാനത്തിൽ എത്താനുള്ള സാധ്യത വളരെ ഒരു മാതൃകയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെയാണ് പെരിയ കൂട്ടക്കൊല കേസിനകത്ത് എന്തുകൊണ്ട് കൊടുത്തില്ല? നമുക്ക് ഓരോന്നോരോന്ന് നമ്മൾ ചിന്തിക്കുമ്പം ഓരോരോ മർഡർ വളരെ ബ്രൂട്ടൽ മർഡറാണ്. പക്ഷേ ഈ പയ്യനെ സ്നേഹിച്ച പയ്യനാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത്, വേറൊരു ഡിഫക്റ്റ് ഞാൻ കാണുന്നത് ആ ഡൈയിങ് ഡിക്ലറേഷൻ ആ പയ്യൻ കൊടുത്തതിനകത്ത് അയാൾ ഇവളുടെ കാര്യം ഇവള് ചതിച്ചെന്നോ ഈ പെൺകുട്ടി ചതിച്ചെന്നോ ഇവളെ കൊല്ലാൻ കൊടുത്തെന്നോ പറയുന്നില്ല. അത് പറയണ്ടേ? അത് കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞ് അവളെന്നെ ചതിച്ചെന്ന് പറഞ്ഞ് അയാളുടെ ഒരു മൊഴി വന്നിട്ടുണ്ട്. പക്ഷേ മരണം വരെ ഏകദേശം 10-15 ദിവസം ആ ആശുപത്രി ഡൈയിങ് ഡിക്ലറേഷൻ ഈ കുട്ടിയെ അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം ഈ കാര്യത്തിനകത്ത്.
അതായത് ഷാരോൺ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലെ, ഒന്നും പറഞ്ഞില്ല. അതാണ് അത് കോടതി വിധിയിലും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, കുറ്റകൃത്യം ചെയ്യുന്നതിന് വേണ്ടി പ്രതി അവലംബിച്ച മാർഗങ്ങൾ, ഇപ്പോൾ ജസ്റ്റിസ് കമാൽ പാഷ സാർ പറഞ്ഞിരുന്നു ആ കുട്ടിയുടെ പക്വതക്കുറവ് അതിനകത്തുണ്ടെന്ന്. ആധുനിക വിദ്യകൾ പോലും ഉപയോഗിക്കുകയായിരുന്നു. ഇപ്പോൾ മുഴുവൻ സെർച്ച് എഞ്ചിനുകളിലും പോയി ഇതിന്റെ ഏത് രീതിയിൽ കൊലപ്പെടുത്താമെന്ന് സെർച്ച് ചെയ്ത് അതിന്റെ ഹിസ്റ്ററി എല്ലാം ഡിലീറ്റ് ചെയ്ത് അങ്ങനെ ഒരു ആസൂത്രിതമായ മാർഗം അവിടെ തേടിയിട്ടുമുണ്ട്. ശ്രീ മഞ്ജുപിള്ളാകം ജയൻ, താങ്കളുടെ നിലപാട്, താങ്കളുടെ തൊട്ടടുത്താണല്ലോ ഈ സംഭവം ഉണ്ടായതും ആ കോടതി ജൂറിസ്ഡിക്ഷനും അവിടെ തന്നെ. അപ്പോൾ ഇതിനകത്ത് ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് വേണോ വേണ്ടിയോ എന്നുള്ള കാര്യത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. മറിച്ച് അയാളുടെ ബന്ധുക്കളും നാട്ടുകാരുമല്ല, ഞാൻ ആ നാട്ടുകാരനാണ്, ഞാൻ നെയ്യാറ്റിക്കര ബാറിലെ അഭിഭാഷകനാണ്. ആ കുട്ടിയോട് എല്ലാവർക്കും ആർക്കു പോലും സഹതാപമില്ല. കാരണം ഇവർ കുറേ കാലം ഇവർ സ്നേഹത്തിലായിരുന്നു. പല വീഡിയോ ക്ലിപ്പും നമ്മൾ ഇതിൻ്റെ തുടക്ക സമയത്ത് കണ്ടതാണ്. കോവളത്ത് ഇവർ ജ്യൂസ് ചലഞ്ച് നടത്തുന്നുണ്ട്. ആ ക്ലിപ്പ് പ്രധാനപ്പെട്ടത് അത് ഞാൻ അതിലേക്കാണ് കിടക്കുന്നത്. ആ ക്ലിപ്പാണ് ഒരു പരിധിവരെ ഈ കുട്ടിയെ ശിക്ഷിക്കാനുള്ള കാരണം. ആ ക്ലിപ്പ് എടുത്തത് ആരാ? ഷാരോൺ എടുത്തതാ. ഈ ക്ലിപ്പ് എടുക്കുമെന്ന് ഈ കുട്ടി വിചാരിച്ചില്ല. അവിടെ പാരസെറ്റമോൾ 50 പാരസെറ്റമോൾ ചേർത്ത് ജ്യൂസ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി കുടിക്കുന്നില്ല, കയ്പെന്ന് പറഞ്ഞ് മാറുന്നു. അപ്പോൾ ഈ ക്ലിപ്പ് എടുക്കുകയാണ്. ഈ ക്ലിപ്പൊക്കെ ഈ പയ്യൻ്റെ കയ്യിലുണ്ട്. അതുമാത്രമല്ല, തൃപ്പരപ്പ് നമുക്കറിയാം വാട്ടർഫാൾസ് സ്ഥലമാണ്. അതിനകത്ത് ഹോട്ടലിൽ 2-3 ദിവസം താമസിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ചാർജിൽ വന്നതാണ്. അതുപോലെ ഇവിടെ പിന്നെ നമ്മുടെ എസ് പി അദ്ദേഹം പറഞ്ഞത് ഈ ഡൈൻ ഡിക്ലറേഷൻ ഇല്ല, പക്ഷേ ചാർജിൽ പറയുന്നുണ്ട് പോലീസിനോട് ഈ പയ്യൻ പറഞ്ഞിട്ടുണ്ടെന്നാണ്. എന്നെ അവൾ ചതിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. അല്ലൊരു സുഹൃത്തിനോട് ഷാരോൺ അച്ഛനോട് പറഞ്ഞു, സുഹൃത്തിനോട് പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഈ മരണശൈലി കിടക്കുന്ന സമയത്ത് ഇവർ തമ്മിൽ വാട്സപ്പ് മെസ്സേജ് ചാറ്റ് ചെയ്യുമായിരുന്നു, ഈ പയ്യനും ഈ കുട്ടിയുമായി. കാരണം അവിടെ വെച്ച് ഒമിറ്റ് ചെയ്യുന്നു, അത് മറ്റേ പയ്യൻ കൂടെ പോയ റിജിൻ എന്ന പയ്യെ കാണുന്നു, പച്ച കളറാണെന്ന് അന്നൊക്കെ അന്ന് പുറത്ത് വന്ന കാര്യങ്ങളാണ്. ഈ സമയത്ത് പയ്യനെ പല ഹോസ്പിറ്റലിലാക്കുന്നു. 3-4 ദിവസത്തെ പല ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാണ് മെഡിക്കൽ കോളേജ് എത്തുന്നത്. അവിടെ വെച്ച് ഇവർ ചാറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ചാറ്റുകളിലൊക്കെ തന്നെ ഈ പയ്യൻ്റെ ബ്രദർ ആയുർവേദ ഡോക്ടറാണ്. അവൻ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഷാരോൺ സത്യം പറ, നീ എന്താണ് കൊടുത്തത്? അതറിഞ്ഞ് നമുക്ക് ചികിത്സിക്കാനാണ്. എടാ നീ ചതിച്ചോ? ഞാൻ ചതിച്ചിട്ടില്ല. അപ്പോൾ ആക്ച്വലി ഒരു കാര്യം സത്യമാണ്, കോടതി എടുത്ത ഒരു വേർഷൻ എന്ന് പറയുന്നത് അതാണ്. ഈ ഇവനെ കൊല്ലുക എന്നുള്ള ലക്ഷ്യം ഈ കുട്ടിക്കുണ്ട്. ആ സമയത്ത് വേണമെങ്കിൽ മാനസാന്തരപ്പെട്ട് വേണമെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു. കാരണം ശരിയായ ചികിത്സ കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഇക്കാര്യം പറയാമായിരുന്നു. അതാണ് മഞ്ജുഷ, അത് ചേർത്തെന്താ, ആൾറെഡി ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞു. പിന്നെ കോടതി കണ്ട മറ്റൊരു വേർഷൻ, എൻഗേജ്മെന്റ് കല്യാണം നിശ്ചയിച്ചതിന് ശേഷം ഇവർ തമ്മിൽ ശാരീരികമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ എവിഡൻസസ് ഹാജരാക്കിയിട്ടുണ്ട്. ഒരു ശാസ്ത്രീയ തെളിവുകൾ. ആ കഴിച്ച ആ പാനീയത്തിൻ്റെ കുപ്പി പോലീസ് ഒഡീഷയിൽ പോയ അതിൻ്റെ എവിഡൻസസ് എല്ലാം അവിടെ പോയി പഠിച്ചു. ഇതിൻ്റെ എങ്ങനെയാണ് ഇത് ഇഞ്ചിഞ്ചായി മരിക്കുക, അതായത് വളരെ സ്ലോ ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ശാസ്ത്രീയമായ തെളിവുകൾ, സാഹചര്യ തെളിവുകളുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ കലാം പാഷ സാറ്, അദ്ദേഹം ഒരു നിയമജ്ഞനാണ്. അദ്ദേഹം ന്യായാധിപനാണ്, നല്ലൊരു ന്യായാധിപനായിരുന്ന ആളാണ്. അദ്ദേഹം ഉള്ളത് തുറന്നു പറയുന്ന ഒരു മനുഷ്യനാണ്, അതൊന്നും സംശയമൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേർഷനാണ് അദ്ദേഹം പറഞ്ഞത്. നെയ്യാറ്റുകര കോടതി കഴിഞ്ഞ മാസവും ഇതേപോലെ നേരത്തെ ഇവിടെ മഞ്ജുഷ് പറഞ്ഞതുപോലെ ഒരു ഡെത്ത് പണിഷ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് ശാന്തകുമാരി കേസിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേർഷൻ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അവിടുത്തെ നാട്ടുകാരും ബന്ധുക്കളും പരമാവധി ശിക്ഷയാണ് ആഗ്രഹിക്കുന്നത്. അത് ഡെത്ത് പണിഷ്മെൻ്റ് എന്നല്ല പറയുന്നത്, ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്നല്ല, പരമാവധി കിട്ടുക. ഇപ്പോൾ ഹാപ്പിയാണ്. അതാണ് ആ പയ്യനും അവിടെ പുള്ളിക്ക് മാനസികമായി ഇറങ്ങിപ്പോകാനുള്ള കാരണം അതാണ്. ഭാഷയിൽ നിന്ന് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അത് മാത്രമല്ല, വേറൊരു സത്യം, സാധാരണ ഒരു വിധി വന്നാൽ കുട്ടി പൊട്ടിക്കരയേണ്ടതാണ്. ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് തുടക്കത്തിലുമില്ല, ഇന്ന് ശിക്ഷ വന്നപ്പോഴും ആ കുട്ടിക്ക് ഒരു ചലനവുമില്ല. അല്ല, അത് തന്നെയാണ് കോടതി പറഞ്ഞ കാര്യം പ്രധാനമാണ്. വെളിയിലേക്ക് ഇറക്കി വിട്ടാലും ഇല്ലേ, അങ്ങനെ വന്നാലും ഇതേ കുറ്റകൃത്യം ആവർത്തിക്കില്ല എന്ന് പറയാനാവില്ല എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ജസ്റ്റിസ് കമാൽ പാഷ ചോദിച്ചത് എല്ലാവർക്കും ജ്യൂസ് കൊടുക്കുമോ എന്ന്. അങ്ങനെയല്ലല്ലോ അതിനെ കാണേണ്ടത്. അല്ല കുട്ടി ഒരു ക്രിമിനൽ മൈൻഡുള്ള കുട്ടിയാ. കാരണം സ്നേഹിച്ച പയ്യനെ. അപ്പോൾ വേണമെങ്കിൽ കലാം പാഷ സാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇവൻ എന്തിനാ അവിടെ പോയത്? ആ കുട്ടിയുടെ വീട്ടിൽ പോയിട്ടല്ലേ? കുട്ടിയുടെ വീട്ടിൽ വിളിച്ചിട്ടാ പോയത്. അമ്മ ഇല്ലാത്ത സമയം നോക്കി പല ആവർത്തി വിളിക്കുകയാണ്, നീ വാ വന്ന് വിളിക്കുകയാണ്. അമ്മയോ മാമൻ ആരുമില്ലാത്ത സമയത്താണ് പോകുന്നത്. ഇറ്റ്സ് എ പ്ലാൻഡ് ആക്ഷൻ ഓഫ് ദ ലേഡി. ആ കുട്ടിയുടെ 21 വയസ്സേ ഉള്ളൂ.
എന്ന് പറഞ്ഞാൽ ഇമ്മച്ചുവർ ഒന്നും അല്ല. ആ കുട്ടിക്ക് സ്നേഹിക്കാനും കോവളത്ത് പോകാനും ഈ തൃപ്പരപ്പി പോകാനും ഒക്കെ റൂം എടുക്കാനും ഒക്കെ അവിടെ ഇമ്മച്യൂരിറ്റി. ഈ കുട്ടി പ്ലാൻഡ് ആയിട്ട് ഇതിനെ കൊല്ലണം. കാരണം ഇന്റർകാസ്റ്റ് ആണല്ലോ, നമുക്കറിയാലോ, ഒരു ഇന്റർകാസ്റ്റ് ആണ്. അത് കഴിഞ്ഞ് വേറെ അയാളുടെ കാസ്റ്റുള്ള ഒരു മാരേജ് വരുന്നു, അത് ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ ആ കുട്ടിക്ക് ഇതെങ്ങനെയെങ്കിലും ഒഴിവാക്കണം. അതിൽ പലതവണത്തെ അത് നോക്കണേ, ഈ കുട്ടി ചെയ്തൊരു ക്രൈം എന്ന് പറയുന്നത് ഈ സ്നേഹിച്ചവനെ കൊല്ലാൻ ശ്രമിക്കുന്നു. അത് കോവളത്തായാലും ജ്യൂസ് ചലഞ്ചായാലും 50 പാരസെറ്റമോളാണ് കൊടുത്തത്. പിന്നെ ഈ വീട്ടിൽ വിളിക്കുന്നു, കൊടുക്കുമ്പോൾ ഈ കുട്ടിയുടെ കഷായം എന്നാണ് പറയുന്നത്. ആ കഷായം എന്നുള്ളതിൽ ഈ പയ്യൻ കഴിക്കുകയാണ്. വേറെ സത്യം, മരണം വരെ അയാൾ ഈ കുട്ടി ചതിച്ചെന്നോ അല്ലെങ്കിൽ ഈ ചാർജിൽ വരുന്നുണ്ട് പോലീസുകാരോട് പറഞ്ഞെന്ന്, അല്ലാതെ പിന്നെ ഒരു 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 മജിസ്ട്രേറ്റിനോട് പറഞ്ഞിട്ടില്ല. അപ് ടു ദ ഡെത്ത്, അൻറ്റിൽ ഹിസ് ഡെത്ത് അവനെപ്പോഴും ആ കുട്ടിയെ സ്നേഹിക്കുകയാണ്. സത്യം പറഞ്ഞാൽ സ്നേഹിക്കുന്നൊരു ഭർത്താവാണ് അവിടെ മരിക്കുന്നത്. ആ കുട്ടിയെ ചതിച്ചിട്ടില്ല. ആ അച്ഛനോട് പറയുന്നു, ജ്യേഷ്ഠ സഹോദരനോട് പറയുന്നു, കൂട്ടുകാരോട് പറയുന്നു. അവിടെ മരിക്കുന്നവരെ കുട്ടിയെ അവിശ്വസിച്ചിട്ടില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കണം, ക്രൈം അവിശ്വസിച്ചിട്ടില്ല. ആ വിശ്വാസത്തിൽ കയറിപ്പോകുന്നു. വിളിച്ചു പറയാണ്, നീ എന്തോ നോട്ട്സോ ഡ്രോയിങ് എന്തോ കൊടുക്കാനെന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും ഈ രഹസ്യ റെക്കോർഡിംഗ് അത് പ്രധാനപ്പെട്ട കാരണമാണ് ഈ കേസിൽ. അത് മാത്രമല്ല, പൊതുവെ ഈ കേസിൽ പോലീസും പ്രോസിക്യൂഷനും അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. കോടതി തന്നെ അക്കാര്യം സാഹചര്യ തെളിവുകൾ മാത്രമായിരുന്നു. കേരള പോലീസിനെ കോടതി അഭിനന്ദനം അറിയിച്ചു. പോലീസ് അന്വേഷണം അതിൽ യഥാർത്ഥമായി നോക്കി, അന്വേഷണ രീതി മാറിയ കാലത്തിനനുസരിച്ച് പോലീസ് മാറി, സാഹചര്യ തെളിവുകൾ നല്ല രീതിയിൽ ഉപയോഗിച്ചു. കുറ്റകൃത്യം ചെയ്ത അന്നു മുതൽ തനിക്കെതിരായ തെളിവുകൾ താൻ സ്വയം ചുമന്ന് നടക്കുകയായിരുന്നു എന്ന് പ്രതി മനസ്സിലാക്കി. വിവാഹ നിശ്ചയത്തിന് ശേഷം ഷാരൂണുമായി പ്രതി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് തെളിഞ്ഞതായി കോടതി വിധി പ്രസ്താവന വ്യക്തമാക്കി. അപ്പോൾ കോടതിയുടെ വേർഷൻ ഇതൊരു മെസ്സേജാണ് ടു ദ പബ്ലിക്. ഇങ്ങനെ ഒരെണ്ണം തന്നെ ആവർത്തിക്കരുത്. പക്ഷേ ജസ്റ്റിസ് കമാൽ പാഷ പറയുന്നു അങ്ങനെ ഒരു മെസ്സേജിന്റെ ആവശ്യമില്ല എന്നാണ്. അല്ല, വേണം. കാരണം ഞാൻ പിന്നെ കലാം പാഷ സാറിനെ ചോദ്യം ചെയ്യുന്നില്ല. ജഡ്ജിമാർ തന്നെ ചൂണ്ടിക്കാണിക്കാറുള്ളത് ഒരു മെസ്സേജ്, ഒരു സന്ദേശമാണ്. അതേപോലെ പ്രതികളെ പിടിച്ചു നിർത്തുക, അവരവസാനം തൊഴുത് ദൈവം നന്ദി എന്നൊക്കെ പറയുന്ന കോടതിയിൽ അങ്ങനെയൊക്കെ ഒരു സീനുണ്ടായിരുന്നു. ജഡ്ജിയോട് നന്ദി പറയുന്നു. അപ്പോൾ അതൊക്കെ മറ്റൊരവസ്ഥ. ഞാൻ അങ്ങനെ നടക്കുന്നില്ല, ഞാൻ അവിടുത്തെ ഒരു അഭിഭാഷകനാണ്. പക്ഷേ ഈ കുട്ടി ചെയ്തത് എന്ന് പറയുന്നത്, ഞാനും പറയുന്നു, നോട്ട് ഇനി ഒരു കുട്ടി ഇത് റിപ്പീറ്റ് ചെയ്യരുത്. സോ ദിസ് ഇസ് എ മെസ്സേജ്. ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് യങ്സ്റ്റേഴ്സിന് കൊടുക്കുന്ന ഒരു മെസ്സേജാണ് ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്. ആ കോടതി വിധിയെ ആ രീതിയിൽ നമ്മൾ കാണണമെന്നാണ് എൻ്റെ. ശരി, ഡോക്ടർ നിഷ, ഇവിടെ കെമാൽ പാഷ സാർ പറഞ്ഞ ഒരു കാര്യം, ഒരു പെണ്ണായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിധി വന്നത് എന്നാണ്. എനിക്കത് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. അദ്ദേഹത്തെ പോലെയുള്ള ഒരു നിയമജ്ഞൻ ആ രീതിയിൽ സംസാരിച്ചതിനോട് എനിക്ക് എന്തായാലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. താങ്കളുടെ നിലപാട്? അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞു, അതിലൊട്ടും തന്നെ ഞാൻ അതിനൊരു തെറ്റ് പറയുന്നില്ല. ഓരോ മനുഷ്യർക്കും അവരുടേതായ സ്റ്റാൻഡ് നിലപാടുണ്ടല്ലേ. അപ്പം അദ്ദേഹം അതുപോലെ തന്നെ ഇപ്പൊ അഭിലാഷ് സാറും അതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അദ്ദേഹം പറഞ്ഞു, സി എവരിബഡി ഹാസ് ദി റൈറ്റ് ടു സേ. പക്ഷേ ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ, ഈ പറഞ്ഞ ഞാൻ ഒരു സ്ത്രീയാണ്, ഇവിടെ പെണ്ണോ ആണോ എന്നല്ല, ഒരു ക്രൈം എന്ന് പറയുമ്പോൾ ജെൻഡർ ഇക്വാളിറ്റി പറഞ്ഞു. ഇക്വാളിറ്റി എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ രണ്ട് ജെൻഡേഴ്സിനെയും വന്ന് ഒരുപോലെ കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും നമ്മൾ വളർത്തിവിടുകയും ചെയ്യാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ക്രൈം എന്ന് വരുമ്പോൾ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് അതിന്റെ ശിക്ഷ കുറച്ച് കുറയണം, ആൺകുട്ടി ആണെങ്കിൽ കൂടണം എന്ന് പറയുന്ന ഒരു വാദം അട്ടർ നോൺസെൻസ് ആൻഡ് റബിഷ് ആൻഡ് ഫൂളിഷ്നെസ് ആണ്. അത് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന കേരള ജനതയെ തന്നെ വിഡ്ഢികളാക്കുന്ന തരത്തിലൊരു ഒരു ന്യായീകരണമായി പോകുന്നത്. സോ അത് അട്ടർ റബിഷ് ആണ്. പെണ്ണോ ആണോ കുറ്റം അല്ലെങ്കിൽ ക്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.1% പോലും ജസ്റ്റിഫൈ ചെയ്യാൻ പാടില്ല. ആ കുട്ടിയുടെ ഭാഗം ആരും നോക്കില്ല, ഗ്രീഷ്മയുടെ ഭാഗം ആരും നോക്കിയില്ല, ഗ്രീഷ്മനെ വളരെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തു എന്നൊക്കെ തന്നെ വാദങ്ങളുടെ ഉന്നയിച്ചു. ഞാൻ ഇന്ന് ചോദിക്കട്ടായോ, ഈ ക്രൈം ചെയ്യുമ്പോഴും ഈ പ്രീ പ്ലാൻഡ് ചെയ്യുമ്പോഴും ഈ ഗ്രീഷ്മയ്ക്ക് മെച്ചൂരിറ്റി ഇല്ല അല്ലെങ്കിൽ ഇമ്മെച്ചൂരിറ്റി ആണ് ചെയ്തതെന്ന് പറയുന്നല്ലോ. അപ്പം ഈ കുറച്ചു മുമ്പ് ഇവിടെ ഒരു സ്പീക്കർ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഇതിന് തുടക്കത്തിൽ പറഞ്ഞതുപോലെ, മറ്റു കാര്യങ്ങൾ ചെയ്യാനും ഈ പറഞ്ഞത് കണക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും ഒക്കെ, അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ സഹകരിക്കാനും ഒക്കെ അവരുടെ മെച്ചൂരിറ്റി എവിടെ പോയി? അപ്പൊ ഇത് അവൾക്ക് സോൾവ്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും തന്നെ അല്ലായിരുന്നു. ഷീ വാസ് വെരി പെർട്ടിക്കുലർ ദാറ്റ് ഈ പർട്ടിക്കുലർ ഷാർ എന്ന് പറഞ്ഞ പയ്യനെ കൊല്ലണമെന്ന് വളരെ ദൃഢമായി ഉറപ്പിച്ച് നിശ്ചയിക്കുകയും അത് എക്സിക്യൂട്ട് ചെയ്യുകയും ആ കൊലപാതകം വളരെ നാച്ചുറൽ, ഒരു സ്ലോ പോയിസണിംഗ് തരത്തിൽ ആകണമെന്ന് ഉറച്ചു തന്നെ ചെയ്തൊരു കാര്യമാണ്. 1% പോലും കുറ്റബോധം ഇല്ല ആ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആ സ്ത്രീക്ക് എന്ന് പറയാം. അപ്പോൾ ഇത്രയും മനുഷ്യ കുലത്തിന് തന്നെ കളങ്കം ഉണ്ടാക്കുന്ന ഒരു പ്രവണതയാണ് ഗ്രീഷ്മ ചെയ്തിരിക്കുന്നത്. അപ്പൊ എങ്ങനെയൊക്കെ പറഞ്ഞു ഒരു എന്താ പറയുക, ഡെത്ത് പെനാൽറ്റി കൊടുത്തു അല്ലെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആരും സന്തോഷിക്കുന്നില്ല. അവൾ ചെയ്ത ക്രൈം എന്താണോ അതിനനുസരിച്ചുള്ള ശിക്ഷ, തക്കതായ ശിക്ഷ കൊടുക്കുക തന്നെ ചെയ്യണം. ഇപ്പോ
കമാൽ പാഷ സാറോട് പറയുകയുണ്ട് പെൺകുട്ടി എന്ന ലെവലിൽ. കാര്യം അദ്ദേഹം മേ ബി കൊൽക്കത്ത റേപ്പ് കേസിനോട് ഒരു പക്ഷേ അതിനെ കമ്പയർ ചെയ്ത് കാണാം. കാര്യം കൊൽക്കത്തയിൽ നടന്ന എന്താണ് ആർജികർ കേസിൽ നടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെത്ത് പെനാലിറ്റി എക്സ്പെക്ട് ചെയ്ത ഒരു കേസിൽ വന്നിട്ട് സെഷൻ കോർട്ടിലെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വെന്റ് ഫോർ ലൈഫ് ഇംപ്രിസ്മെന്റ്. അപ്പോൾ അവിടെ പോലും ഡെത്ത് പെനാൽറ്റി കൊടുത്തില്ല. പക്ഷെ അവിടുത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പേഴ്സണൽ ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ പേഴ്സണൽ വെഞ്ചൻസ് അല്ലെങ്കിൽ ഒരു പ്രതികാരത്തിന്റെ ഒരു കേസ് അല്ല. അവിടെ ആ ട്രെയിനി ഡോക്ടർക്ക് സംഭവിച്ചത് ഒരിക്കലും തന്റെ ലവറോ ഭർത്താവോ അവരാരുമല്ല ആ കുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്നത്. ടോട്ടലി ഒരു സ്ട്രേഞ്ചർ തന്നെയാണ്. അതിന്റെ പുറകെ ഉള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വളരെ കോൺസ്പിറസി ഉള്ള കാര്യങ്ങൾ. ഇനിയും അത് ആ കേസ് ഇനിയും ആ ഒരു ന്യായം വെച്ചുകൊണ്ട് അവിടെ വധശിക്ഷ ഒഴിവാക്കണമെന്ന് പറയാൻ കഴിയില്ലല്ലോ. അവിടെ വധശിക്ഷ, ഇവിടെയും വധശിക്ഷ, രണ്ടും ആയിരുന്നുവെങ്കിൽ അതൊരു ഇക്വാലിറ്റി എന്ന് പറയാമായിരുന്നു. അല്ലാതെ അവിടെ ഒഴിവാക്കുകയും ഇവിടെ കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അവിടെ ഒഴിവാക്കി. അവിടെ എന്തുകൊണ്ട് ഒഴിവാക്കി? ഇനി അവർക്ക് അപ്പീൽ ചെയ്യാലോ, ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിൽ എല്ലാം പോവാം. അവിടെ മമതാ ബാനർജി ഗവൺമെന്റിന്റെ പൊളിറ്റിക്കൽ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മറ്റ് പല കോൺസ്പിറസി ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ ഒരു പെർട്ടിക്കുലർ കേസ് അങ്ങനെ നിൽക്കുന്നത്. ഇവിടെ ഒരു ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് ഇൻവോൾവ് അല്ല. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നം മാത്രമാണ്. അത് ഈ ഒരു ലെവലിലേക്ക് പോകുമ്പോൾ സമൂഹത്തിനുള്ള മെസ്സേജ് എന്താണ്? ഇത്തരം ഗ്രീഷ്മ നമ്മൾ വളർത്തി വിടുമ്പോൾ വളർന്നു വരുന്ന പെൺകുട്ടികളാകട്ടെ, അല്ലെ വളർന്നു വരുന്ന കൊച്ചു ആൺകുട്ടികളാകട്ടെ, അവർക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? വിമൻ അല്ലെങ്കിൽ സ്ത്രീ അല്ലെ ഗേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ സംരക്ഷണവും സേഫ്റ്റിയും കൊടുത്ത് വളർത്തി അവരെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ അവരെന്ത് തോന്നിവാസം കാണിച്ചാലും അവർ പെൺകുട്ടി ആയതുകൊണ്ട് നമ്മൾ സംരക്ഷിക്കണം, നമ്മൾ അവരെ വളർത്തി വരണം. അപ്പൊ നാളെ സ്വന്തം ഒരു പെൺകുട്ടി തന്റെ അച്ഛനെയോ അമ്മയോ കൊല ചെയ്യുകയും അല്ലെങ്കിൽ ക്രൂരമായി എന്തെങ്കിലും ചെയ്യുകയും ചെയ്യുമ്പോൾ ഒരു പെൺകുട്ടിയല്ലേ അവൾ വിട്ടുകളയാം, അവൾക്ക് പ്രായപക്വത ഇല്ലാത്തത് ചെയ്തെന്ന് പറയുന്നത് അതൊരു എംപവർമെന്റ് അല്ലല്ലോ, അതൊരു വളർത്തിവിടുന്ന. ശരി, ശ്രീ എം ആർ അഭിലാഷ് മറുപടി. അതുപോലെ തന്നെ ഇവിടെ ഈ ജെൻഡറിന്റെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടായിരുന്നോ? താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ഇവിടെ കെമാൽ പാഷ സാറാണ് അത് സൂചിപ്പിച്ചത്, പെണ്ണായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിധി വന്നത് എന്ന്. അത് ജസ്റ്റിസിനെ പോലെയുള്ള ഒരാൾക്ക് പറയാൻ പറ്റാവുന്ന ഒരു കാര്യമാണോ? അല്ല, അത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. ശ്രീ മഞ്ജുഷ്, ഇവിടെ ശ്രീമതി നിഷ ചൂണ്ടിക്കാട്ടിയതുപോലെ ജെൻഡർ അവിടെ ഒരു ഘടകമാകേണ്ട കാര്യമില്ല. പിന്നെ അഭിഭാഷകനായിട്ടുള്ളതല്ല, ഒരു മനുഷ്യനായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഒരു കുറ്റബോധവും അവർക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. വിശ്വസിച്ച് ഒരു മനുഷ്യനെ ഇതുപോലെ മരുന്നാണെന്ന് പറഞ്ഞ് വിഷം കൊടുത്ത് വളരെ ഡയബോളിക്കായിട്ട് കൊലപ്പെടുത്തിയതിനു ശേഷം ആ സ്ത്രീക്ക്, ഒരു ചെറുപ്പക്കാരിക്ക് ഒരു കുറ്റബോധവും ഇത്രയും നാൾ ജയിൽവാസത്തിന് ശേഷം, കുറ്റവിചാരണ നേരിട്ടതിന് ശേഷം ഒരു കുറ്റബോധവും ഇല്ലെന്ന് മാത്രമല്ല, പരമാവധി ശിക്ഷ കിട്ടാൻ പോകുന്നത് ജീവപര്യന്തമാണെന്നും അത് കഴിഞ്ഞിട്ട് സന്തോഷത്തോടുകൂടി ജീവിക്കുമെന്നും ഒക്കെ പറയുക എന്ന് പറഞ്ഞത് അവരിൽ ഒട്ടും റിമോഴ്സ് ഇല്ല. അത് നമ്മളൊരു സമൂഹത്തിന്റെ ഒരു പരിപ്രേക്ഷ്യത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പരമാവധി ശിക്ഷ കിട്ടണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നതിനകത്ത് തെറ്റില്ല. കാരണം അവരുടെ ആ ഒരു കോൺഫിഡൻസ് കുറ്റവാളികൾക്കും അല്ലെങ്കിൽ നാളെ കുറ്റം ചെയ്യാൻ സാധ്യതയുള്ളവർക്കും വളരെ തെറ്റായിട്ടുള്ള ഒരു സന്ദേശമാണ് നൽകുന്നത്. നിങ്ങൾ കൊന്നോളൂ, ആരെ വേണമെങ്കിലും കുത്തിക്കൊന്നോളൂ, കത്തിച്ചു കൊന്നോളൂ, 14 വർഷം കഴിഞ്ഞിട്ട് ഹാപ്പി ആയിട്ട് ജീവിച്ചോളൂ. പക്ഷേ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഈ റിമോഴ്സ് ഇല്ല, കുറ്റബോധം ഇല്ല എന്നത് അതൊരു അഗ്രവേറ്റിംഗ് ഫാക്ടറായിട്ട് ഇന്ത്യൻ നിയമത്തിൽ കാണുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു ശിക്ഷയുടെ എന്താണ് ആ ശിക്ഷ എന്ന് തീരുമാനിക്കുന്നതിനകത്ത് പോസിറ്റീവും നെഗറ്റീവും. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് കൂടുതൽ കാഠിന്യമുള്ള ശിക്ഷ കൊടുക്കണമെന്ന് കോടതി അങ്ങനെ ഒരു നിഗമനത്തിലെത്തുന്നു. അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ ഇവിടെ ഒത്തിരി അഗ്രവേറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്, യാതൊരു സംശയമില്ല. ഒന്ന്, വളരെ കരുതിക്കൂട്ടി ചിന്തിച്ചുകൊണ്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഒഫൻസാണിത്. അത് ഒരു വഞ്ചനയിലൂടെയാണ് ഈ ഒഫൻസ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഒരു വടിയെടുത്ത ഒരാളുടെ തടിക്കഷ്ണം എടുത്ത് തലക്കടിച്ച് കൊല്ലുന്നത് പോലെയല്ല, ഹീറ്റ് ഓഫ് ദ മൊമെന്റിലല്ല വന്നിരിക്കുന്നത്. വളരെ ക്ലിയർ ആയിട്ട് കൊല്ലണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട്. അപ്പൊ ലീനിയൻസി ഒഫൻസിൽ സാധാരണ അർഹിക്കാത്ത തരത്തിലുള്ളതാണ്. പിന്നെ അത് കൂടാതെ വൾണറബിലിറ്റി ഓഫ് ദ വിക്ടിം, അതും സുപ്രീം കോടതിയുടെ നിയമപ്രകാരം ഒരു അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ആണ്. ഇപ്പോ വിശ്വസിച്ച് ആരോഗ്യപരമായിട്ട് പ്രശ്നം നേരിടുന്ന ഒരാള് എന്ത് സാഹചര്യത്തിലാണ് ഈ കഷായം കൊടുത്തതെന്ന് എനിക്കറിയില്ല. അയാൾക്ക് എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെങ്കിൽ അതിനകത്ത് ആ വഞ്ചനയുടെ തീവ്രത, വിക്ടിം വൾണറബിൾ ആണ്. പിന്നെന്ന് മാത്രമല്ല റിപ്പീറ്റഡ് ഒഫൻസ്, ഇതിനു മുമ്പും കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് റെക്കോർഡിൽ വരികയും കോടതി ഫൈൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോ അതും അതിനകത്ത് ഒരു അഗ്രവേറ്റിംഗ് സാഹചര്യമാണ്. അപ്പോ അഗ്രവേറ്റിംഗ് സാഹചര്യം, ശിക്ഷ കഠിനമായിട്ട് കൊടുക്കാൻ പല സാഹചര്യങ്ങളും അവിടെ ഉണ്ടെങ്കിൽ തന്നെയും പൊതുവെ ഈ ഒഫൻസിന്റെ നേച്ചറും ബച്ചൻ സിംഗ്, മച്ചി സിംഗ് വിധികളും, മച്ചി സിംഗിലെ ഉദാഹരണം വരെ ഞാൻ നേരത്തെ പറയുകയുണ്ടായി, അതൊക്കെ പരിഗണിക്കുമ്പോൾ അവർക്ക് ഹൈക്കോടതി അത് കൺഫേം ചെയ്യുവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെ പറയാൻ കഴിയും. അതുപോലെ തന്നെ ശ്രീ എം ആർ അഭിലാഷ്, കൊൽക്കത്തയിലെ ഈ ആർജികർ ആശുപത്രിയിലെ കൊലപാതകം, ബലാത്സംഗ കൊലപാതകം, അവിടെ നീതി കിട്ടിയിട്ടില്ല എന്ന നിലപാട് താങ്കൾക്കുണ്ടല്ലോ അല്ലേ? പക്ഷെ അതിന് നിഷ പറഞ്ഞ ഒരു ന്യായീകരണം ഉണ്ടല്ലോ, അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഇല്ല, അവിടെ നീതി കിട്ടിയിട്ടില്ല എന്നൊരു കാഴ്ചപ്പാട് എനിക്കില്ല.
ശ്രീ മഞ്ജുഷ്, ആ വിധിന്യായം ഞാൻ വ്യക്തമായിട്ട് വായിക്കുകയുണ്ടായില്ല, സമയം കിട്ടിയില്ല, കോടതിയിലായിരുന്നു. പക്ഷേ പത്രമാധ്യമങ്ങളിലൂടെ ടെക്സ്റ്റിലൂടെ അറിയാൻ കഴിഞ്ഞതനുസരിച്ച് ഇപ്പം ലൈഫ് ഇംപ്രിസൺമെന്റ് ആണ് ഒരു പൊതുവായിട്ടുള്ള ആ ഒരു ശിക്ഷ എന്നതുകൊണ്ട് ലൈഫ് ഇംപ്രിസൺമെന്റ്, മർഡർ എന്ന് പറയുന്ന കൊലപാതകം എന്ന് പറയുന്ന കുറ്റകൃത്യത്തിന് കൊടുക്കാവുന്ന പൊതുശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് എത്രത്തോളം ഈ അന്വേഷണം ഫെയർ ആയിരുന്നു, ഇതിനകത്ത് നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ മമതാ ബാനർജിയുടെ സ്വാധീനം, രാഷ്ട്രീയപരമായിട്ട് ആരെങ്കിലും ഒക്കെ സംരക്ഷിക്കപ്പെട്ടോ, ഇതൊന്നും നമുക്കറിയില്ല. ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. പിന്നെ അവിടെ നീതി കിട്ടിയില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു കാര്യം കൂടെ നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു വർക്ക് പ്ലേസിൽ ഒരു ട്രെയിനി ഡോക്ടർ, ഒരു സ്ത്രീയായിട്ടുള്ള ഒരു ഇര, അവരേറ്റവും പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ടതായ ഒരു സന്ദർഭത്തിൽ മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കാൻ ഉത്തരവാദിത്വമുള്ള ഒരാളെയാണ് അവരുടെ തൊഴിൽ സ്ഥലത്ത് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അത് വലിയ പരമാവധി ശിക്ഷ കൊടുക്കാനുള്ള അഗ്രവേറ്റിംഗ് ഫാക്ടേഴ്സ് ഒക്കെ ആയിട്ട് അത് കണക്കാക്കപ്പെടേണ്ടതാണ്. വിധിന്യായം പൂർണ്ണമായിട്ട് വായിക്കാത്തത് കൊണ്ടും എന്തൊക്കെയാണ് കോടതിയുടെ മനസ്സിൽ വായിക്കാൻ കഴിയാത്തത് കൊണ്ടും എന്തൊക്കെയാണ് കോടതിയുടെ മനസ്സിൽ വെയ് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടും അത് സംബന്ധിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. പക്ഷെ താങ്കളുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, സ്ത്രീയാണ് എന്നതുകൊണ്ട് ഈ വിഷയത്തിൽ അവർ ഒരു പരിലാളനയും അർഹിക്കുന്നില്ല. ഒരു കുറ്റബോധവും ഇല്ലാത്ത ഒരു കുറ്റവാളിയായിട്ട് തന്നെയാണ് സമൂഹം അവരെ കാണേണ്ടതായിട്ടുള്ളത്. പിന്നെ ശിക്ഷ കൊടുക്കുന്നത് കോടതി വിധിന്യായങ്ങളുണ്ട് എന്നതുകൊണ്ട് തന്നെ അതൊരു പരിമിതി അവിടെ നിലനിൽക്കുന്നു. ഈ ശ്രീ മഞ്ജുപിള്ളാകം ജയൻ, ഇതിനകത്ത് കേവലം ഒരു ഭക്ഷ്യ വിഷബാധയായി പോകേണ്ട ഒരു കേസായിരുന്നു. ഇതിൽ അങ്ങനെ അവസാനിപ്പിക്കാനിരുന്ന ഒരു കേസാണ്. അതിലാണ് വലിയൊരു ടേണിങ് ഉണ്ടായത്, അല്ലേ? അത് താങ്കളൊക്കെ അതിനകത്ത് തുടക്ക സമയത്ത് ഇടപെട്ടതാണല്ലോ. അതെ അതെ. ആ രസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തുടക്കത്തിൽ ഇത് ആ പയ്യൻ കഴിച്ചൊരു പോയിസൺ അല്ലെങ്കിൽ ഒരു വിഷം കഴിച്ചു എന്നുള്ളതാണ്. അത് മാത്രമല്ല, അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കുട്ടി മൊത്തം ഡിനേ ചെയ്തു. എനിക്കറിയില്ല, എന്താണെന്നറിയില്ല, ഒമിറ്റ് ചെയ്ത് എന്താണെന്നറിയില്ല, ഫുൾ ഡിനേ ചെയ്തു. ഈ കേസ് അങ്ങ് പോയതാണ്. അവിടെയൊക്കെ ഞാൻ ഒരു കാര്യം പറയാം, മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. പല വിഷയങ്ങളിലും മാധ്യമങ്ങൾ ഓവർ പ്ലേ ചെയ്യുന്നുണ്ട്, അത് തെറ്റാണ്. പക്ഷേ ഈ കാര്യത്തിൽ മാധ്യമങ്ങളെടുത്ത റോളാണ് ഇന്നിവിടെ എത്താൻ കാരണം. ആദ്യം ഈ കുട്ടി കംപ്ലീറ്റ് ഡിനേ ചെയ്തു, അത് പോലീസ് വിശ്വസിച്ചു. പാറശാല സിഐക്ക് ഇതുമായി ബന്ധപ്പെട്ട് ട്രാൻസ്ഫറൊക്കെ ഉണ്ടായി. ഈ കുട്ടിയുടെ മൊഴി മാത്രം എടുത്തു, കുട്ടി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സിഐയും അതിനോടൊപ്പം നിന്നു. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങൾ ഇതിൻ്റെ മുഴുവൻ വിവരങ്ങൾ എടുക്കുകയും ഈ ചാറ്റിംഗ്, ഈ വാട്സപ്പ് ചാറ്റിംഗ് ഒക്കെ കിട്ടി. അപ്പോൾ ഇത് പിന്നെ ഇങ്ങനെ ഓരോ ദിവസം കഴിയും തോറും, അതാണ് പറഞ്ഞത് ഇന്നത്തെ ജഡ്ജ്മെൻറ്റിലുണ്ട്, ഈ കുട്ടിക്ക് തന്നെ മനസ്സിലായി തുടങ്ങി. പിന്നെ അഭിനയിക്കാൻ ഈ കുട്ടി മിടുക്കനാണ്. നമ്മുടെ അഡ്വക്കേറ്റ് അഭിലാഷ് പറഞ്ഞാലേ, ഈ കുട്ടിക്ക് കേസെടുത്തപ്പോഴും മുഖത്തൊരു ഫീലിംഗ് ഇല്ല. ഇന്നലെ ഈ മെനങ്ങാന്ന് ശനിയാഴ്ചയും ഇന്നുമൊക്കെ ഞാൻ കണ്ടതാണ്. പോലീസ് ജീപ്പിൽ വന്ന് കുട്ടി ഇറങ്ങുമ്പോൾ ഒരു ഫീലുമില്ല കുട്ടിക്ക്, പുള്ളിക്കൊരു വിഷമമില്ല. ഇനി വിധി വന്നിട്ടോ ആ കുട്ടിക്കൊരു ഫീലുമില്ല. മറ്റൊരാ കരയുന്നത്, ഷാരോൻ്റെ വീട്ടുകാർ. ഈ കുട്ടിക്കൊരു ഫീലും ഇല്ലെന്നേ. 1 വർഷം ജയിലിൽ കിടന്ന കുട്ടിയാ, ജയിൽ എന്താണെന്ന് നല്ലവണ്ണം അറിയാവുന്ന കുട്ടിയാ. അപ്പോൾ ഇത് മാധ്യമങ്ങളുടെ ഒരു വർക്ക് ഈ കേസ് ഇന്നിവിടെ എത്തിച്ചതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് അന്ന് സത്യം പറയാണ്, ആ പയ്യൻ സൂയിസൈഡ് ചെയ്യുന്ന ആ രീതിയിൽ അങ്ങ് പോകും. 5-6 ദിവസം കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജ് എത്തുന്നത്. കാരണം വേറെ കാര്യം കൂടി ഞാൻ പറയാം, ആ പയ്യൻ പറഞ്ഞിട്ടില്ലെന്നേ. ആ പയ്യൻ പറഞ്ഞിട്ട് ഇവിടെ എന്നെ ചതിച്ചു വന്നോ, മജിസ്ട്രേറ്റിന് മൊഴി കൊടുക്കുക, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആ കുട്ടിയെ ടിൽ ഹിസ് ഡെത്ത്, മരിക്കുന്നവരെ സ്നേഹിക്കുന്നു. പക്ഷേ ഇവളങ്ങനെയല്ല ചീറ്റ് ചെയ്യായിരുന്നു ചെയ്തത്. ഇവർക്ക് ദെയർ ഇസ് എൻ അജണ്ട. അവളെ ആ പയ്യനെ ഇല്ലാതാക്കുക. കാരണം കല്യാണം നിശ്ചയിച്ചു പട്ടാളക്കാരുമായി തന്നെ കറങ്ങി. പിന്നെ വേറൊരു കാര്യം കൂടി, ഞാൻ ഇന്ന് വന്ന മാധ്യമ റിപ്പോർട്ടാണ്, എനിക്കതിനകത്ത് കൂടുതൽ അറിയില്ല. മാധ്യമങ്ങൾ വന്ന റിപ്പോർട്ട്, ഈ കുട്ടി ഏതോ ഒരു പോലീസുകാരിയോട് പറഞ്ഞെന്ന് പറയുന്നു, എനിക്കൊരു ലൈഫ് ഇംപ്രസ്മെൻറ്റ് കിട്ടും, 14 വർഷം ഞാൻ കിടക്കും, അത് കഴിയുമ്പോൾ എനിക്കൊരു 30-35 വയസ്സാവും, മതി, കുഴപ്പമില്ല, എനിക്ക് ജീവിക്കാനുള്ള ടൈമുണ്ട് എന്ന് ഇന്ന് പല മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തു. ഈ കുട്ടി പറഞ്ഞതായി. അതിൻ്റെ ഒരു കൺക്ലൂസീവ് എവിഡൻസ് ഒന്നും എൻ്റെ ഇല്ല. പോലീസുകാരോട് തന്നെ പറയുകയാണ്, എനിക്കൊരു ലൈഫ് ഇംപ്രസ്മെൻറ്റ് കിട്ടും, അതൊരു 14 വർഷം കഴിയുമ്പോൾ ഞാൻ വരും, ഐ ക്യാൻ കണ്ടിന്യൂ മൈ ലൈഫ് എന്ന് പറഞ്ഞതായിട്ടാണ് ഇന്ന് വരുന്ന റിപ്പോർട്ട്. അതിന്റെ ആതന്റിസിറ്റി എനിക്കറിയില്ല. എന്തായാലും മാനസാന്തരപ്പെടാനുള്ള സാധ്യതയില്ല എന്ന കോടതിയുടെ നിരീക്ഷണം ശ്രീ ജോർജ് ജോസഫ്, അത് ശരിയാണല്ലോ അല്ലേ? തീർച്ചയായും അത് ശരിയാണ്. ആ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡൊക്കെ നമുക്ക് മനസ്സിലാകും. പക്ഷേ എനിക്ക് ഈ കേസ് അന്വേഷിച്ച DYSP ജോൺസനെ അഭിനന്ദിക്കാതിരിക്കാൻ. ജോൺസൻ്റെ കൂടെ ഒരു ഗായത്രി എന്ന് പറഞ്ഞ രസയുണ്ട്. അതുപോലെ തന്നെ അവിടെ ആൽവിൻ, അയാളാണ് ഈ ഡിജിറ്റൽ എവിഡൻസ് മുഴുവൻ
ലക്ഷക്കണക്കിന് ആണ് അദ്ദേഹം ശേഖരിച്ചിരിക്കുന്നത്. അതൊക്കെ ഒരു സസ്റ്റൈൻഡ് വർക്കാണ്. അപ്പോൾ ഇത് തുടക്കത്തിൽ ഞാൻ അന്നൊക്കെ കമൻറ്റ് ചെയ്തപ്പോൾ എനിക്ക് അത്ര വിശ്വാസം തോന്നിയില്ല ജോൺസൻ്റെ പോക്ക് കണ്ടിട്ട്. പക്ഷേ ഈ കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ ഈ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസും ഫോറൻസിക് എവിഡൻസ് ഇത് കൃത്യമായിട്ട് കോർത്തിണക്കിയ ഒരു കേസ് തന്നെ ഇത്. റയറസ്റ്റ് ഓഫ് റയർ കേസ്. അത് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ അത് ഭയങ്കരമായിട്ട് അത് നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇത്രയും നല്ല ഒരു സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് സിലബസ് കേസായിട്ട് നമുക്ക് പറയാൻ ഒക്കുള്ളൂ. അത് തന്നെയല്ല വിനീത് കുമാർ, അത് എനിക്ക് നല്ല അടുപ്പമുള്ളതാണ്. അയാളും ആ പോലീസിൻ്റെ ഒപ്പം ഓരോ എവിഡൻസും കോടതി കൊണ്ടുവന്ന് പ്രോസിക്യൂട്ടർ വിനീത് കുമാർ പിന്നെ സമ്മതിച്ചു കൊടുത്തേ വെക്കുള്ളൂ. കാരണം നല്ല എക്സ്പീരിയൻസ്ഡ് ആളാണ്, എനിക്കറിയാം, നല്ല അടുപ്പമുള്ള ആളാണ് അദ്ദേഹം. ആ പോലീസ് ജോൺസന്റെ ഒപ്പം നിന്ന് കോടതി, പക്ഷെ കോടതിയുടെ ആവശ്യപ്പെട്ട ആളാണ് ഈ പ്രോസിക്യൂട്ടറെ വേണമെന്ന് ആവശ്യപ്പെട്ട. അത് തന്നെയല്ല, കോടതിയുടെ ഒബ്സർവേഷൻ ഒക്കെ നമ്മൾ അന്തം വിട്ടു പോകും. കാരണം ഓരോ ഇഞ്ചും ആ കോടതിയുടെ ജഡ്ജ്മെൻറ്റിനകത്ത് വന്നിരിക്കുന്നുള്ളതാണ്. അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തുള്ളൂ. അതായത് അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള ശാന്തകുമാരി കൊലക്കേസ് ഞാൻ അതിനും ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുത്തു. പക്ഷേ ഇതുപോലുള്ള മർഡർ കേസുകളൊക്കെ കൃത്യമായിട്ട് പോലീസ് അന്വേഷണത്തിൽ അവർ എവിഡൻസ് കോടതി കൊടുത്താൽ കോടതിക്ക് എന്ത് ചെയ്യാതിരിക്കാൻ നോക്കും. അപ്പോൾ നമ്മളിപ്പം ഒരു വിശാലാർത്ഥത്തിലാണ് ഞാനിത് പറഞ്ഞത്. കമൽ പാഷ സാർ പറഞ്ഞ അദ്ദേഹം ജഡ്ജായിട്ട് കമൽ പാഷ സാർ പറഞ്ഞത് ആ ഗ്രീഷ്മയുടെ ഭാഗം കേട്ടില്ല എന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ലല്ലോ, ഇതെല്ലാം കേട്ടതിന് ശേഷമാണല്ലോ വന്നിട്ടുള്ളത്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഞാൻ അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അത് MR അബില അദ്ദേഹം അത് പറയുകയും ചെയ്തു. കാരണം കോടതിയുടെ കാഴ്ചപ്പാട് നമ്മൾ നോക്കുമ്പോൾ ഏജ് കുറവാണ്, ഇമ്മെച്യൂരിറ്റി ഉണ്ട് എന്ന് തോന്നും. പിന്നെ ഒരു കൺഫെഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല. പിന്നെ ആ പെൺകുട്ടിയുടെ ഡിഫൻസ് വളരെ ഏജ് കുറവാണെന്നുള്ളത് കണക്കാക്കാൻ പറ്റില്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ പ്രതിയല്ല ഞാൻ കാണുന്നത് എന്ന് പറയുന്നത്. കൺഫെഷണൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്നാണ് ചാർജിൽ പോലീസിനോട് ഇല്ല. അത് കൺഫെഷൻ പേപ്പർ പോലീസ് ഓഫീസർ ഇൻഅഡ്മിസിബിൾ ആണല്ലോ. അപ്പോൾ അത് നോക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ പറയുന്നത്. പിന്നെ ശാസ്ത്രമംഗലം അജിത് കുമാറാണ്. പക്ഷെ നല്ലൊരു ഡിഫൻസ് ആണ് ഡിഫൻസിൻ്റെ വന്നത്. പക്ഷെ നല്ലൊരു ഡിഫൻസ് ആണ് വെച്ചിരിക്കുന്നത്. കാരണം അതൊരു ഡൗട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. കാരണം അദ്ദേഹം വെച്ചിരിക്കുന്നത് ഇവള് കുടിക്കാൻ, ഇയാളുടെ ശല്യം കാരണം കുടിക്കാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കരുതി വെച്ച സാധനം പുള്ളി സാമ്പിളിൽ കുടിച്ചെന്നുള്ള രീതിയിലാണ്. അപ്പോൾ അങ്ങ് നോക്കിക്കഴിയുമ്പോൾ പോലീസിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തു ജഡ്ജ്. കാരണം ഈ 2 കേസും അദ്ദേഹത്തിന് മുമ്പ് വന്ന 2 കേസും സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ബിൽഡ് ചെയ്ത കേസുകളാണ്. കാരണം അതിന് ഇപ്പം പോലീസ് നല്ലൊരു എക്സ്പെർട്ടായി വരും. സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ബിൽഡ് ചെയ്യുക ഈ ഒരു ടിപ്പിക്കൽ കേസാണ്. ശാന്തകുമാരി കേസും അതുപോലെ തന്നെ. അപ്പോൾ അവിടെയാണ് എനിക്ക് അപ്രീസിയേഷൻ വരുന്നത്. കാരണം കൂടുതൽ സയൻറ്റിഫിക് ആയിട്ട് കേരള പോലീസ് പൊയ്ക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ജോൺസനെയും വിനീതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പ്രതിഭാഗത്തിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. കാരണം നല്ലൊരു ഡിഫൻസാണ് കൊണ്ട് ഇട്ടിരിക്കുന്നത്. കോടതി അത് പരിഗണിച്ചില്ല. കാരണം അതൊക്കെ തള്ളിക്കളയുകയും ചെയ്തു. പക്ഷേ ഓരോ പോയിന്റും കോടതി അനലൈസ് ചെയ്തത്. അതിനകത്ത് വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം ഉണ്ടായിരുന്നു. ഇത് പ്ലേസ് ഓഫ് ഒക്കറൻസ് തമിഴ്നാടാന്ന് പറഞ്ഞപ്പോൾ അത് കൗണ്ടർ ചെയ്തു കേരള പോലീസ്. കാരണം അത് ഇവിടുന്ന് വിളിച്ചു വരുത്തിയതല്ലേ. അപ്പോൾ ഒരു കണ്ടിന്യൂയിങ് ഒഫൻസാണ്. എനിക്ക് അങ്ങനെ ഒരു കേസ് ഇപ്പോഴും കിടപ്പുണ്ട് സുപ്രീം കോടതി. കണ്ടിന്യൂയിങ് ഒഫൻസാണ്. അപ്പോൾ അതുകൊണ്ട് അത് അവിടെ നടന്ന സംഭവമല്ല. അത് ഇവിടുന്ന് കണ്ടിന്യൂയിങ് ഒഫൻസ് ഇവിടെയും കൊടുക്കാം അവിടെയും കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് അതൊരു നല്ലൊരു ഡിഫൻസ് ആയിരുന്നു. അത് എനിക്ക് തോന്നുന്നത് വിനീതിൻ്റെ. അത് മാത്രമല്ല, ഇതിൻ്റെ വിചാരണകൾ വളരെ വേഗം പൂർത്തിയാകുന്നു എന്നാണ്. ഞാൻ വിചാരണകൾ എന്ന് പറഞ്ഞത് 2 കേസിൻ്റെയാണ്. ഇപ്പോൾ കൊൽക്കത്തയിലെ കേസിൻ്റെയും അങ്ങനെ തന്നെയാണ്. വളരെ പെട്ടെന്ന് തന്നെ വിചാരണ പൂർത്തിയായി വിധി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു. അത് ഡോക്ടർ നിഷ, ഒരു പാഠം തന്നെയാണല്ലോ. ഇപ്പോൾ വിചാരണ പെട്ടെന്ന് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞു, വിധി വരുന്നു. അപ്പോൾ ഇത് ഇപ്പോൾ സമൂഹത്തിനൊരു സന്ദേശം ഓരോ വിധിയിലും നൽകണം എന്നുള്ളതും ശരിയായ കാര്യം തന്നെയാണ്. ഞാനൊക്കെ അങ്ങനെയാണ് കാണുന്നത്. കാരണം അങ്ങനെ ഒരു സന്ദേശം വേണം. അതെ, കോടതി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ജഡ്ജി തന്നെ ഇവിടെ പറയുകയാണ് അങ്ങനെ ഒരു സന്ദേശത്തിന്റെ ആവശ്യമൊന്നുമില്ല, അവിടെ നിയമം മാത്രം നോക്കിയാൽ മതി എന്ന്. നിയമം നോക്കുമ്പോഴും ജഡ്ജി തന്നെ ജഡ്ജ്മെന്റിൽ പറയുകയാണ് ഇത് സമൂഹത്തിന് സന്ദേശം നൽകുന്ന ഒന്നാണെന്ന്. അനീഷ പറഞ്ഞോളൂ, താങ്കളുടെ. എനിക്ക് വ്യക്തമാവുന്നില്ല. അല്ല, ഒരു സമൂഹത്തിന് സന്ദേശം നൽകുന്ന ഒരു വിധി എന്നുള്ള ജഡ്ജ്മെന്റിലെ തന്നെ പരാമർശം, അതിനോട് നമുക്ക് എല്ലാവർക്കും 100% യോജിക്കേണ്ടി വരുമല്ലോ. സമൂഹത്തിന് നമ്മൾ സന്ദേശം നൽകുന്നു. പക്ഷെ ഈ സന്ദേശത്തിലൂടെ എന്താണ്, ഇങ്ങനെ ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ തൂക്കിക്കൊല്ലപ്പെടും എന്ന സന്ദേശം മാത്രമായിരിക്കരുത്. അതായത് ഒരു വളരെ ഫേമസ് ആയ ഒരു കോട്ടുണ്ട്, ജസ്റ്റിസ് ഷുഡ് നോട്ട് ഓൺലി ബി ഡെലിവേർഡ്, ഇറ്റ് ഷുഡ് ഓൾസോ ബി സീൻ എന്ന് പറയും ഇംഗ്ലീഷിൽ പറയുന്നത്. അതായത് നമ്മൾ ജസ്റ്റിസ് കൊടുക്കുമ്പോൾ നീതി കൊടുത്തെന്ന് മാത്രം ആകരുത്. ആ നീതി കൊടുക്കുമ്പോൾ അത് ഏത് വിധത്തിലാണ് കൊടുത്തതെന്നും കൂടി നമ്മൾക്ക് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാൻ സാധിക്കണം. അപ്പോൾ ഫ്യൂച്ചറുള്ള ക്രൈംസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടില്ല. ഇപ്പൊ ഇവിടെ ഗ്രീഷ്മയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ കൊൽക്കത്തയിൽ നടന്ന ആർജിക്കറിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ, രണ്ടും 2 തലങ്ങളുള്ള കേസാണ്.
അപ്പൊ ഇവിടെ ഗ്രീഷ്മയ്ക്ക് ഡെത്ത് പെനാൽറ്റി കിട്ടി, അല്ലെങ്കിൽ ആർജിക്കർ കേസിൽ ഡെത്ത് പെനാൽറ്റി കിട്ടില്ല എന്ന് പറഞ്ഞൊരു കമ്പാരിസൺ നടത്തുമ്പോൾ രണ്ടും രണ്ട് സിറ്റുവേഷനുള്ള കേസസ് ആണ്, രണ്ടും രണ്ട് തലത്തിൽ കണ്ട കേസസ് ആണ്. അവിടെ ഒരു പെൺകുട്ടിയെ വളരെ ബ്രൂട്ടലായി, വളരെ വളരെ ഹീനിയസ് ക്രൈമാണ്, ഗ്രൂസം ക്രൈമാണ്, അത് ബലാത്സംഗം ചെയ്യുകയും അത് കഴിഞ്ഞിട്ട് കൊലപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വളരെ ഇമോഷണലി, മെന്റലി, ഫിസിക്കലി തനിക്ക് അടുത്തറിയുന്ന തന്റെ കാമുകനാവട്ടെ ഭർത്താവട്ടെ ഷാരൂണിനെ വിളിക്കുകയും ആ പയ്യനെ പറ്റിക്കുകയാണ് ചെയ്തത്. അവിടെ അവന്റെ വിശ്വാസത്തെയാണ് അവൾ തച്ചുടച്ചത് ആക്ച്വലി. എന്നിട്ടാണ് ഗ്രീഷ്മ ഈ വളരെ വളരെ തന്ത്രപരമായിട്ട് തന്നെ ആ പയ്യനെ കൊല്ലുകയായിരുന്നു. അപ്പൊ രണ്ടും രണ്ട് തലങ്ങളാണ്. എന്നിട്ടിപ്പോ ഇവിടെ എല്ലാരും തന്നെ പറഞ്ഞു ഒട്ടും തന്നെ അവൾക്ക് 1% പോലും ആ സ്ത്രീക്ക് അല്ലെ ആ പെൺകുട്ടിക്ക് വന്നിട്ട് ഒരു കുറ്റബോധം ഇല്ലാന്ന്. അത് എന്തുകൊണ്ടാണെന്ന് അറിയാം കുറ്റബോധം ഇല്ലാത്തത്? കാര്യം താൻ എന്ത് ചെയ്താലും താനൊരു പെൺകുട്ടിയാണ്, സോ ഈ പറഞ്ഞ കണക്കൊരു സ്ത്രീയാണ്, കൂടുതലൊന്നും തന്നെ ശിക്ഷിക്കാൻ പോകുന്നില്ല എന്നൊരു അഹംഭാവം അല്ലെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് വളർത്തി കൊടുക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ ആളുകൾ തന്നെയാണ്. പെൺകുട്ടി എന്ത് ചെയ്താലും അല്ലെ സ്ത്രീകൾ എന്ത് ചെയ്താലും അവർക്കുള്ള സ്വാതന്ത്ര്യം, അവർക്കുള്ള ഒരു എംപവർമെന്റ് കൊണ്ട് അവർക്കൊന്നും തന്നെ സംഭവിക്കില്ല എന്ന് പറയുന്നത് പോലെയാണ്. ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല. ഞാനൊരു സ്ത്രീയാണ്, അപ്പോ ശരി എന്താണ്, തെറ്റെന്താണ്, ന്യായം എന്താണ്, സത്യം എന്താണ്, അതിന്റെ പാതയിലൂടെ സഞ്ചരിക്കാനാണ് നമ്മൾ എല്ലാവരും പഠിക്കേണ്ടത്, നമ്മുടെ സമൂഹം പഠിപ്പിക്കുന്നതും. അപ്പൊ ഈ സമൂഹത്തിനൊരു മെസ്സേജ് പോകുമ്പോൾ അടുത്തൊരു ഗ്രീഷ്മ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു കുട്ടി അവരുടെ സ്കൂളിംഗ് അല്ലെങ്കിൽ അവരുടെ കോളേജ് ടൈമിൽ അവരുടെ എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രമല്ല പഠിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, എന്താണ് എത്തിക്കൽ മൊറാലിറ്റി, എത്തിക്കൽ വാല്യൂസ്, ഇതെല്ലാം കൂടി പഠിപ്പിക്കണം എന്ന് ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഗ്രീഷ്മ ഇമ്മച്ചുവർ ആണ്, ഗ്രീഷ്മയ്ക്ക് ബുദ്ധി ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഗ്രീഷ്മയ്ക്ക് അറിയാണ്ട് ചെയ്തു പോയതാണെന്നൊക്കെ ഇവിടെ കുറെ വാദങ്ങൾ വന്നല്ലോ. ഞാൻ ഈ വാദം പറഞ്ഞ ആളെ കുറ്റം പറയല്ല. അദ്ദേഹത്തിനോട് എനിക്ക് കമൽ പാഷ സാറിനോട് വളരെയധികം ബഹുമാനമുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ് പറഞ്ഞത്. പക്ഷെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇതൊക്കെ ചെയ്യുമ്പോ എന്ത് തോന്നിവാസം കാണിച്ചിട്ടും തനിക്ക് ബുദ്ധിയില്ലായിരുന്നു, തനിക്ക് ഇമ്മച്ചുവറായിരുന്നു, 23 21 വയസ്സ് ഇമ്മച്ചുവർ എന്ന് പറയുന്നല്ലോ. നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം അനുസരിച്ച് 21 years old എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡൽട്ട് തന്നെയാണ്. അത് കുട്ടി എന്നല്ല അതിന്റെ അർത്ഥം. ഇപ്പൊ ഗ്രീഷ്മ ഇമ്മച്ചുവർ അല്ലെങ്കിൽ കുട്ടി ആയിരുന്നെങ്കിൽ അവളുടെ വയസ്സ് 14 വയസ്സിൽ താഴെ ആയിരിക്കണം, ജുവനൈലായിരുന്നു പിടിച്ചിടേണ്ടത്. 14 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടി അല്ലല്ലോ ഗ്രീഷ്മ, 20 വയസ്സിന് മേലുള്ള ഒരു കുട്ടി തന്നെയാണല്ലോ. അപ്പോൾ എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും അവൾ ചെയ്തത് ഇമ്മച്ചുവർ സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണെന്ന്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, വളരെ വളരെ ക്ലിയർ കട്ട് സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ചെയ്യുകയും, ഇവിടെ പലരും പറഞ്ഞു ജെൻഡർ ഇക്വാലിറ്റി, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെ പറഞ്ഞു നമ്മുടെ ജെൻഡറിനെ ഒരിക്കലും എടുത്തു കൊണ്ടുവരാൻ പാടില്ല. കാര്യം ഈ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വാലിറ്റിയെ പോലും ചോദ്യം ചെയ്യുന്ന അളവിൽ വന്നിരിക്കുകയാണ്. കാര്യം ഇവിടെ ഇക്വാലിറ്റി പറഞ്ഞ സ്ത്രീകളെ നമ്മൾ ഒരു ഭാഗത്ത് പൊക്കിക്കൊണ്ടുവരാൻ നോക്കുന്നു, പക്ഷെ ആ സ്ത്രീ തന്നെ സമൂഹത്തിന് ഒരു കളങ്കമാകുമ്പോൾ, സമൂഹത്തിന് ഒരു ദുഷ്പേര് കൊടുക്കുമ്പോൾ നമ്മൾ എവിടെ ചെന്ന് നിൽക്കും? സോ ദിസ് ബിക്കംസ് എ ക്വസ്റ്റ്യൻ മാർക്ക്. ശരിയാണ്, ചോദ്യം തന്നെയാണ് അക്കാര്യം. എന്തായാലും സമൂഹത്തിന് ഒരു നല്ല സന്ദേശം നൽകുന്ന ഒരു വിധി തന്നെയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ കൊടുത്തത് മാതൃകയോ? അതേ എന്ന് 90% പ്രേക്ഷകർ. രണ്ടുപേരും അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.